അഭിനവ് കയറിയില്ല. അഭിനവ് ഇങ്ങോട്ട് വന്നു. രാത്രിയാടി പുള്ളിരുട്ട്. This is more like 1% bad luck, 99% no skill. 1% luck. രാവിലെ കണ്ടേ. രാവിലെ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കി. ഉണ്ടാക്കാൻ ക്ലോത്തും നോക്കട്ടെ. അഭിനവ് ഉണ്ടാക്കി. അഭിനവ് പറഞ്ഞെടുത്താണ്. എന്തെങ്കിലും പറയാം. ടീമിലെല്ലാം മെസ്സേജ് ചിക്കും റോപ്പ് ആണോ? റോപ്പുണ്ടോ? റോപ്പ് ക്ലോത്ത് ഉണ്ടെങ്കിൽ 7 ക്ലോത്ത് വെച്ചാൽ റോപ്പ് ഉണ്ടാക്കാൻ പറ്റും. 7 ക്ലോത്ത് ഇല്ല. 7 ക്ലോത്ത് ഇല്ല. ഞാൻ ക്ലോത്ത് സെറ്റാക്കിട്ട് അവിടെ പോയി കിട്ടുമല്ലോ എൻ്റെ അമ്മമാരെ വീട്ടിൽ. ഫുഡില്ല, ഫുഡ് കഴിക്കും. അന്ന് മഴ പെയ്തല്ലേ കുറെ കളക്ട്. താര് കഴിച്ചു. നമ്മളൊരു സാധനം ഫുള്ള് ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ഗെയിമിൽ കാണൂല കേട്ടാ. ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ഗെയിമിൽ കാണൂല. അതായത് മറ്റേ ഇപ്പം നമ്മുടെ മതില് ഇപ്പം പകുതി പണി പോലെ ഇപ്പം പകുതി പണിതായിട്ട് ഇരിക്കുമ്പോഴേ കുറച്ചെങ്കിലും കവർ ചെയ്യണ പോലെ തോന്നുന്നില്ല. പക്ഷെ അത് ഒട്ടും കവർ ചെയ്യില്ല. അതിൽ ഒന്നും ഇല്ലാത്ത പോലെ ഇരിക്കും. ഉണ്ടാക്കിയ മതില ഒരു മതിലായിട്ട് ഒരു മതിൽ നമ്മൾ ഉണ്ടാക്കിയില്ല. അതോ മറ്റേ ഫുള്ള് ഉണ്ടാക്കിയ ആ മതിൽ കാണും. പകുതി ഉണ്ടാക്കിയോളെങ്കിൽ അത് ഗെയിമിൽ കാണൂല. അങ്ങനെ തുണി ഇവിടെ നിന്ന് കിട്ടുമല്ലോ മറ്റേ ഇവിടെ ഫ്ലൈറ്റിന്. അറിയാം. സ്റ്റാൻഡിങ് ഫയർ പൊട്ടിച്ച് എൻ്റെ വലിയ ഉപയോഗമൊന്നുമില്ല. കിളിക്കൂട് പടുതില്ലേ. ബാക്കി കിളിക്കൂട് പടുവതേക്ക് തൂവല് കിട്ടിയാലോ. തൂവല് വെച്ചെന്നോണം ആരോ ഉണ്ടാക്കണം. ആരോ ഒരു പെണ്ണും പിള്ള അവരെന്ത് മതില് മറ്റേ മതിലുണ്ട് കേട്ടാ. മറ്റേ പൈക്കൊക്കെ ഉള്ള ഡാമേജ് കൂടുതൽ. കൈ വരാത്തത്. എത്ര തുണി എക്യൂപ്പ് ചെയ്യുമ്പോൾ ഇതാണ് കയറാണത്? 7 ഒരു കയറ് മതിയാ? കയറ് കിട്ടി. പിന്നെ കയറും പിന്നെ എന്ത് വേണം? പിന്നെ എന്തൊരാ കയറും എന്തിനൊക്കെ. പിന്നെ അഭിനവേ കയറ് കമ്പും ക്ലോത്തും ആണെന്നോ?
ബോഡിയെ കൊണ്ട് കരിക്ക ഇടാം ബ്രോ. ആ അമ്പ് കിട്ടി. പിന്നെ വില്ല എങ്ങനെ ഉണ്ടാക്കും? വില്ലിൻ വില്ലിൻ്റെ ഏരിയയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ. അമ്പ എങ്ങനെ ഉണ്ടാക്കും? അമ്പ് എന്തോ തൂവല് കൊണ്ടൊക്കെയാണെന്ന്. എൻ്റെ കയ്യിൽ അമ്പ് അധികം ഇല്ല. പക്ഷെ ശരി, അപ്പൊ ഇതുകൊണ്ട് എനിക്ക് ഉപയോഗമൊന്നുമില്ലല്ലോ. അത് നോക്കണം എങ്ങനെയാണ് കറക്റ്റ് അമ്പ് ഉണ്ടാക്കണം. അവര് ഈ കോഴിക്കൂട് അത് കിളിയുടെ കൂട് വെച്ചാൽ അത് നിറച്ച് തൂവലെന്ന് കിട്ടും. കിളിയെ കൂടെ വെച്ചാ അത് പടുതില്ല ഒന്നും. എല്ലാ വീട്ടിലെ ചുറ്റും കുറെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതെന്താ കാണും? 4 സ്റ്റിക്കും ഒരിതും ലോഗും. പിന്നെ ഇതിലൊരു ട്രാപ്പൊക്കെ ഉണ്ടല്ലോ, ആ ട്രാപ്പ് വലിയ ട്രാപ്പൊക്കെ വെച്ചാൽ അതിൽ ഇവർ കുടുങ്ങി കിടക്കും. അങ്ങനെ ഇവർ വരണവരൊക്കെ ഇതിൽ വന്ന് കുടുങ്ങി ചാവയൊക്കെ ചെയ്യും. ഇവിടെ കിടന്നില്ല ട്രാപ്പ്. സാധനങ്ങളൊക്കെ ഓടിക്കണേ. നമ്മളെ ചുമ്മാ സ്പീഡിൽ അറ്റാക്ക് ചെയ്തോണ്ടിരുന്ന ആദ്യത്തെ ബ്ലോക്ക് ചെയ്താൽ ബാക്കി അടിച്ചോ അവന്മാര്. അവന്മാര് നീ അടിച്ചെന്ന് അവന്മാര് കുറെ എന്നിട്ട് പൊക്കെ അഭിനയം വന്നാണ് ഇല്ലേ. അവന്മാർ അടിച്ചോണ്ടിരിക്കുന്നു. സാധനങ്ങളൊക്കെ ഇതാരുടെ ചെയ്യാനില്ല തന്നെ വീണ്ടും നമ്മൾ എത്ര കൊല്ലോ അത്ര അമ്മമാര് വന്നോണ്ടിരിക്കും. കൊല്ലാതിരുന്നാലും ഇരിക്കാനും പറ്റൂല. അതിനെ വീണ്ടും അടിച്ചിട്ടാ ലൈഫില്ല. ഓ എന്നെ അടിച്ചിട്ട് അഭിനവേ ഓക്കെ പൊക്കിയാണ്. ഇല്ല എന്നെ പറ്റില്ല. അടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്ക് കേട്ടാ, കാരണം പൊക്ക വലിയ സമയം എടുക്കില്ല. എന്നെ പൊക്കി. ഓ അതിന് എന്നെ പൊക്കിയതുണ്ട് ഇതിന്. ബ്ലോക്ക് 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 ഇല്ലേ. എന്നെ പൊക്ക അതിന് ആളെ മതിൻ്റെ അപ്പുറത്ത് വെച്ച്. പിന്നെ നീ ചത്ത എന്നെ പൊക്കുമായിരുന്നല്ലേ അടി. നിന്റെ തൊട്ടടുത്ത് ഞാൻ വണ്ണ് ഇല്ല. നിന്നെ പൊക്കിയല്ല, രണ്ടെണ്ണം അടി. എന്നെ വീണ്ടും എടുത്തിട്ടാ. ഞാൻ അവരെ കൊന്ന് കടിക്കണം. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി വെച്ചില്ല അതുപോലത്തെ കുറെ ട്രാപ്പ് ഉണ്ടാക്കി വെച്ചത്. നീ ഉണ്ടാക്കി ഇതാ നമ്മളെ ഫ്രണ്ട് ഇരിക്കണാണ് നമ്മളെ അതുപോലത്തെ വേറെയും കുറെ ഉണ്ടാക്കി വെച്ചാൽ മതി. തടിയും കൂടെ എടുത്ത് വെച്ചാണ്. എല്ലാത്തിൽ നിന്നും ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കുന്ന. ഡിഫെൻസീവ് സ്പൈക്ക് വാൾസ് ഒക്കെ വെക്കാൻ പറ്റും. ഡോറ് പൊട്ടിച്ചടി നമ്മളെ മാതിരി. കളി വേണ്ട തീർക്കാം, ചുമ്മാ ക്യാമ്പിൽ നിൽക്കണ്ട. ഇവിടെ ഡോർ വെച്ചാണ്. അഭിനയ ഡോർ വെച്ചാണ്. ഒന്നുകൊണ്ട് കാണാൻ തിക്കെടുത്തിട്ട് ഇനി ഇവിടെ തിക്ക് വേണ്ട. അകത്ത് മറ്റേ ഇതിനൊക്കെ കുറവാണ്, കിളിക്കൂട്ടിനൊക്കെ. വീട്ടിൻ്റെ അപ്പുറത്ത് മറ്റവരെ തന്നെ കൊന്നല്ല.
വെറുതെ പോയി നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ അത് ഇവിടെ വരില്ലെന്ന് തോന്നുന്നു. ഇതാണ് കളിക്കൂടും. അല്ല അല്ല, വീട്ടില് 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 വെക്ക് തന്നെ. ആ ഇവിടെയാ. വീട്ടിലെ ചുറ്റും ഉണ്ട് കുറെ. ഇനി തടി വെച്ചാൽ മതി കളിക്കൂടെ. ആ അമ്മമാരെ കയ്യും കാലൊക്കെ ഇവിടെ തൂക്കിയിടാ അല്ലേ. അതിന് കിളിയെ പോയി കിളിയാ പതുക്കെ വരുമെന്നാണ്. അങ്ങനെ കൈ ഇങ്ങനെ കത്തിക്കാൻ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നോക്കാം. കിളിയേ പറയുമ്പല്ലേ വെള്ളം മറ്റേ രക്തം കഴുകി കളയിട്ട്. രക്തം കഴുകി കളഞ്ഞ ഇൻഫെക്ഷൻ. ഓ ഓ അപ്പോൾ വിളിക്കാൻ സാറിന് ഇതെങ്ങനെ എടുക്കണത്? പിക്കപ്പ് എങ്ങനെയാണത്? പിന്നാണത്. ഹലോ. ഈ മതിലിന്റെ സൈഡിൽ ഒരു ഡിഫൻസീവ് സ്പൈക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് ഉണ്ടാക്കി വെച്ചരാട്ടെ. ഇതൊന്നും ചത്തിട്ടൊന്നും കിട്ടാത്ത കിളിയൊന്നും ഇരിക്കുന്നില്ല അവിടെ. വരിയായിരിക്കും പതുക്കെ. രാത്രി എല്ലാം വരിയായിരിക്കും. കൊല്ലിട്ട് തരാ. എവിടെ പോയി? ആരാ വേണ്ടേ? എടാ ആരെ പറ്റി നമുക്ക് അവിടെ നിന്ന് കിട്ടുമോ? മറ്റേ കേവിനകത്ത് തന്നെ ഒരു സപ്ലൈ ഉള്ള സ്ഥലത്തുണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടും. അവിടെ റീസ്പോൺ ആയി കാണും. റീസ്പോൺ ആവുന്നു തന്നെ കേട്ടോ. പിന്നെ അങ്ങോട്ട് വന്നാ അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയ ആദ്യമേ. എടുക്കുള്ളാം. ഉടുപ്പാണെന്നില്ല കണ്ടില്ല. എനിക്ക് നേരത്തെ ആരോ കിട്ടി. എപ്പോഴും അവിടെ നിന്നായിരിക്കും. അവിടെ നിന്ന് രണ്ടും കിട്ടിയ. ഇല്ലേടാ ഞാൻ ഇവിടെ സ്പൈക്കും കൂടെ എല്ലാം ചെയ്ത് വെച്ചത്. എന്തൊരു സാധനോടാവും. എനിക്ക് കാണാൻ പേടിയാണ് ആ സാധനത്തിന്. മറ്റേ ഇത്ര കാലുള്ള എന്തിറേ 10 കാലം ആദ്യം കണ്ടോ പേടിച്ചു പോയി പെട്ടെന്ന് വന്നപ്പോ. ഭയങ്കര ചാട്ടമൊക്കെയാണ് കേട്ടോ. എനിക്കോട്ട് പാടായിരിക്കുന്നല്ല കൊല്ലാൻ മിക്കവാറും ചിലപ്പോ. അത് തന്നെ മറ്റേ നമ്മള് എയർപോർട്ട് വളർന്ന സ്ഥലത്ത് വേറെ ബോസ് ഫൈറ്റ് ഉണ്ട്. അത് ലാസ്റ്റ് അത് മറ്റേ എന്തൊരു കീക്കർ എടുക്കണം മറ്റേ ആ സാധനത്തിനെ കൊന്നു. ഇതിന് രണ്ട് ഉണ്ടെന്ന് ഞാൻ ഒരു ഗുഡ് എൻഡിങ്ങും ബാഡ് എൻഡിങ്ങും. എത്ര കളിയാൻ തീർക്കാം. ഗുഡ് എൻഡിങ് എന്ന് വെച്ചാൽ അങ്ങനെ മോനെ സേവ് ചെയ്യണമെന്ന് തോന്നുന്നു. ഒന്നെന്തോ നമ്മളെ മോനെ നമ്മള് രക്ഷിക്കാം. പക്ഷെ പകരം വേറൊരു പ്ലെയിൻ എന്തോ ക്രാഷ് ആവും ഇവിടെ. അന്നേരം നമുക്ക് മിണ്ടാ പോവാം ബാക്കി. അല്ലെങ്കിൽ നമുക്ക് മിണ്ടാതെ പോവാം. വേറെ ഒന്നും പറ്റിയില്ല പ്രത്യേകിച്ച്. നമുക്ക് ഏതാ എൻഡിങ് വേണം? ഗുഡ് വേറെ ഒരാളെ രക്ഷിക്കണോ അതോ 100 പേരെ? നമുക്ക് മോനെ മതി. നമുക്ക് മോനെ മതി. നീ നിന്റെ വീട്ടുകാരെങ്കിലും ഇതുപോലെ സ്വന്തം മോൻ തന്നെ അമലിന്റെ മോനാണ്. അവന് മാത്രം എന്റെ കട്സിങ് ഉണ്ട്. നമ്മളൊക്കെ ഏറെ മറ്റേ എന്തൊരു കാവിൻ. നീ ഇപ്പൊ എന്തിനായിരുന്നു നിന്റെ നമ്മളെ രക്ഷിക്കോ? അതാ ഇപ്പൊ ശരിയാണ്. ഹരിശാന്ത് ഇപ്പൊ ഒരു കുഴലിൽ കുടുങ്ങി കിടന്ന നീ ഹരിശാന്തിനെ രക്ഷിക്കാൻ 100 പേരെ കൊല്ലും. ഐശാദിനെ രക്ഷിക്കാൻ പോവാ.
ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റാ. ഇന്ന് 3 മണിക്ക് പോയിട്ട് ഞാൻ 3:30 വരുവേ. എന്തിന്? അനിയത്തെ വിളിക്കാൻ പോണം. അവളെന്നും സ്കൂളിൽ പോയി കിടക്കുന്നു. ആദ്യം വാള് വെച്ചിട്ട് ഞാൻ മറ്റേ സ്പൈക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്പൈക്കും കൂടെ ഇത് ചെയ്തോ. അപ്പൊ എന്തോ അവന്മാരെന്തോ അതിൽ മുള്ളി കുരുന്ന് അത് വാള് പൊട്ടിക്കൂലെന്ന് തോന്നുന്നു. എന്ത് ഒരു ഭയങ്കര ശല്യമാണല്ലേ. അങ്ങോട്ട് വാ. ഇതിനും വലിയ മൂവ്മെന്റ് ഇല്ല. പബ്ജിയൊക്കെ ഇഷ്ടപ്പെട്ട അഭിനവ? കൊഴപ്പില്ല. വിഷയം കളിയായിരുന്നു കേട്ടാ. കുഴപ്പമില്ല എന്നാവും, കുറച്ച് കഴിയുമ്പോൾ കിടിലോ ഒന്നാവും, വിഷയം ഒന്നാവും. അതങ്ങനെ വിഷയം ഇനി പയ്യ സമയം കിട്ടുമ്പോൾ അതത് ഗ്രൈൻഡ് ചെയ്യടാ. അതിന് മറ്റേ ബാറ്റിലൊക്കെ എടുത്തിട്ട് അതിന് ഗ്രൈൻഡ് ചെയ്യും. അവൻ ഈ വിഷയവും മറ്റേ തപ്പിപ്പോയാലേ. എടാ എനിക്ക് തോന്നുന്നു പ്രിൻസ് പോയ കണക്ട് ചെയ്തിട്ട് പോകാനാണ് ഈസി എന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് പോണ പോലെ അല്ല പ്രിൻസ് ഒന്ന് കണ്ടുപിടിച്ച് കണക്ട് ചെയ്തിട്ട് പോകാനാണ് ഈസി എന്ന് തോന്നുന്നു. കിണർ കിണർ എവിടെ ഓർമ്മണ്ടാവും. എനിക്ക് ഇവിടെ ഭരണ വഴിക്കൂടെ ചെറിയ കല്ലുണ്ട്, അത് കഴിഞ്ഞ് കയറാൻ പറ്റി. അത് അടുത്ത രാവിലെ പോയാ മതിയോ? രാത്രി പോലെ കിട്ടും. രാത്രി ആയാലും നമ്മള് കേരളം കാത്തല്ലേ ഒരുപോലെ ഇല്ലേ. അല്ലല്ലേ നമ്മള് എത്ര മുമ്പ് രാത്രി ആയാലേ ഭയങ്കര ഇട്ടാണെങ്കിൽ ഒന്നും കണ്ടൂലും കൂടാ. ഭയങ്കര കൊടുങ്കാറ്റാണല്ലോ. ഗ്രാഫിക്സ് കൊള്ളാം കേട്ടോ. മറ്റേ വേറെ ഇത്രയും പഴയ ഗെയിം അല്ലേ, എന്നിട്ട് തന്നെ ഇത്ര ഗ്രാഫിക്സ് ഉണ്ട്. നമുക്ക് ഇത് തീർത്തിട്ട് പറ്റെങ്കിൽ സൺസ് ഓഫ് ദ ഫോറസ്റ്റ് വില വല്ല പറഞ്ഞ് എടുക്കാം. അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അത് ഭയങ്കര വിശ്വാസമാണ്. കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മറ്റേ ഒരു വീഡിയോ അയച്ചില്ല, അതിന്റെ ലാസ്റ്റ് ബോസ് ആണ് അതിന്റെ ഫോറസ്റ്റില്. ലാസ്റ്റ് അത് ബോസ് അല്ലെന്നോ എന്തോ വോമെന്നോ ക്യാബിൽ കൂടെ തന്നെ പോകാം. മറ്റേ കണ്ടുപിടിക്കാൻ വയ്യ. അടുത്തല്ലായിരുന്നു ആ കേബിൾ. കൊറേ മ്യൂട്ടന്റിന്റെ കളക്ഷൻ എന്തോ ആണത് പറഞ്ഞു പറഞ്ഞത്. ഒരു മ്യൂട്ടന്റ് അല്ല, 5-6 മ്യൂട്ടന്റ് എന്തോ. കേബ് ഇവിടെ ഓർമ്മ ഉണ്ടോ? എനിക്ക് വലിയ ഓർമ്മ. എന്നെ സാറിന് അവനും എടുത്തു കൊടുക്കണോ നീ ഗെയിം? ഞാൻ അന്ന് ചോദിച്ചാണ് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. അവൻ എന്തിരിക്കും, പിന്നെ പൈസ ഉണ്ടായിരുന്നു ഗെയിം. അവന് ഇപ്പൊ എത്ര രൂപ? ഇപ്പൊ 500 രൂപ. 500 തരാൻ പറ, എടുത്തു 500 രൂപയ്ക്ക് എടുത്തു കൊടുക്കാം. 50 രൂപ നമ്മൾ വാങ്ങിച്ചത്. ഇപ്പൊ ഈ സർവർ 3 വരെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ സർവറൊക്കെ തുടങ്ങണം. അങ്ങനെയുണ്ടാ? ഇപ്പൊ 3ന്റെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ വരാൻ തോന്നുന്നു. അവൻ കളിക്കാൻ വരും. എനിക്ക് 11 മണിക്ക് ഫുട്ബോൾ കളിക്കാം, ഞാൻ പോവാന്ന് പറഞ്ഞു. ഒരു വട്ടം ചത്താൻ നിർത്തി പോവുകയും ചെയ്യും. പിന്നെ ഇത്ര മെനക്കിടണ എന്തിന്? ഇതുപോലത്തെ കളി നിന്നെ കൂട്ടിയാൻ പറ്റില്ല. ആണ്ടിലും കൊല്ലത്തിലൊക്കെയാണ് നടണം. വേറെ അരിയാവ ചത്താൻ നിർത്തി പോവുകയും ചെയ്യും. ക്യാബ് കണ്ടുപിടിച്ചാ? ഇല്ല, ഞാനും അതാണ് തപ്പണം. എനിക്ക് ഓർമ്മയൊന്നും ഇല്ല വലിയ ക്യാബ് എവിടെ ആയിരുന്നൊക്കെ. എന്തോ റൈറ്റിലാ ലെഫ്റ്റിലായിരുന്നു എന്തായാലും. ഇത് ലെഫ്റ്റിലല്ലേ? മറ്റേ കട്ടാൻ സാധനം ഉണ്ട് എല്ലാം നമുക്ക് വെട്ടണം. അതെങ്ങനെ ഉണ്ടാക്കണെന്ന് അറിയാമോ? എനിക്ക് ഉണ്ടാക്കിയത് അത് കിട്ടണാണെന്ന് തോന്നുന്നു, ഉണ്ടാക്കണില്ല എന്ന് തോന്നുന്നു. റെസിപ്പി നോക്കിയപ്പോ ഇല്ലായിരുന്നു. നമ്മള് കറങ്ങി തിരിഞ്ഞ് വീണ്ടും തിരിച്ച് വീട്ടിലോട്ടാണോ? നീ എവിടെ? നീ എന്റെ പുറകെ ഞാൻ എവിടെയാടാ? ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകണം. എന്നിട്ട് റൈറ്റ് പോയി നോക്കാൻ. അന്ന് റൈറ്റ് ആണോ തോന്നുന്നു പോയത്. റൈറ്റാ ലെഫ്റ്റ് ആണ് എന്തായാലും. ഓടാൻ പറ്റണ്ട, ഓടൽ ഭയങ്കര ലിമിറ്റഡ്, അതാണ് പ്രശ്നം. ആരോഗ്യമില്ലേ അമ്മമാർക്ക് ഓടിയൊക്കെ പഠിക്കട്ടെ. ഉടുമ്പോവാണ് വിട്ട് 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 വിട്ട്. മറ്റേ സാധനം ഞാൻ ഗ്ലിച്ചറാ. ഞാൻ അടിക്കുമ്പോ ടെലിപ്പോർട്ട് അടിക്കുന്നു. മറ്റേ കാനിബേസ് ഒക്കെ ഇങ്ങനെ എന്തിന്റെ പേരെന്തിന്റെ ഹിറ്റ് സ്പീഡ് ഉണ്ടല്ലേ, അത് ഇങ്ങനെ ആനിമേഷൻ കാണിക്കാൻ പിന്നെ അവന്മാര് ടെലിപ്പോർട്ട് അടിച്ചു തോന്നുന്നു. എന്റെ എങ്ങനെയാ നോക്ക്. നീല ഒരു ജാക്കറ്റ്. എവന്റെ കൊള്ളാം. കറുപ്പ് എന്റെ ഗ്രേ 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 വെള്ള. ഞാൻ നികയാണ്. എന്റെ കൈ കണ്ട് നീ എന്തോന്നു. അന്ന് മറ്റേ ശ്രാസിന്റെ ഞാൻ ഫോട്ടോ അയച്ചു തന്നുണ്ട്. എടോ കാനുവല്ലേ കൊറേ ഉണ്ടല്ലേ. പകുതി കളിച്ചത് കൊടുത്തടാ അവ ഭയങ്കര. ഓടി കിടക്കണ്ടാമാര്.
ഫ്രണ്ട്ലി ഫയർ ഉണ്ടാവില്ലേ? ഇല്ലല്ലേ? ഉണ്ടാ? ഞാൻ വൺ ഷോട്ട് ഇതാണ് പ്രശ്നം. ഹെൽത്ത് അല്ലെങ്കിൽ സ്പാം ചെയ്യായിരുന്നു. ഹെൽത്ത് കൂട്ടാ എന്തെങ്കിലും ഉണ്ടാടെ ഇൻവെന്ററിയിൽ എന്തെങ്കിലും ഒക്കെ കാണുന്നില്ല. എന്റെ കുറെ സോഡയും ചോക്ലേറ്റ് ഒക്കെ കിടക്കുന്നുണ്ട്. ആ ചോക്ലേറ്റ് ഹെൽത്ത് കൂട്ടും അല്ലേ? അതുപോലെ ടാബ്ലറ്റ് പെയിൻ കില്ലർ ഉണ്ട്. വയറേ കൂട്ടോളൂ അത് ഹെൽത്ത് കൂട്ടുക. എടാ സൂര്യ അസ്തമിക്കാൻ പോണെന്നാണ് തോന്നുന്നത്. നമുക്ക് വീട്ടിൽ പോയാൽ എത്തിച്ച് നാളെ ഇറങ്ങാം. കൊറേ നാളെ ആയില്ലേ. ഭയങ്കര ഇരുട്ടറാ. രാത്രി ഇനി ഒന്നും കണ്ടുകൂടാ. എന്റെ കുഴപ്പം നിങ്ങളും അങ്ങനെ തന്നെ. ഓ ഇതില് വാറൻ സ്യൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ തണക്കൂല. പക്ഷെ എന്തോ എടേ ഇതുകൊണ്ട് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടില് എന്തൊരു അമ്മമാര് ഓടുന്നു. നമ്മളെ വീട് അമ്മമാർക്ക് അറിയാൻ തോന്നി. ഒരുത്തൻ ഞാൻ ഒരു ദിവസം ഫോറസ്റ്റ് ചെയ്തിട്ട് ഒരുത്തൻ കമന്റ് അടിച്ചേക്കണ് അതിന്റെ ട്രീ ഹൗസ് ആണെങ്കിൽ കാനബിൾസ് പൊട്ടിച്ചോളാം ട്രീയിൽ വെച്ചത്. നമുക്ക് ട്രീയും വെട്ടാൻ പറ്റുമോ? അല്ല മരത്തിൽ കയറിയിരിക്കും കേട്ടോ. അടങ്ങി ഞാൻ വീഡിയോയില് കണ്ട്. അതോടെ അവിടെ രണ്ടെണ്ണം കൂടെ മനുഷ്യർ എടുത്തിട്ട് ഓ ഇതില് ഹെൽത്ത് ഭയങ്കര കുറവാണ്. ഇല്ല ഇല്ല നീ ആറുമറ ഡീസ്പോൺ ആവണം. എന്നെ റിവൈവ് ചെയ്യൂ. നിന്നെ റിവൈവ് ചെയ്യാം. നീ എന്റെ അടുത്ത് തന്നെ. തലയിൽ ലൈറ്റ് ആടാ. ഇത് നോക്കിയാണ് എവിടെ ലൈറ്റ് എത്തോ ഇതില് ഇതിൽ കൂടെ ഒട്ടടിക്കണത്. ശരിയാട്. ഇതിന്റെ അകത്ത് ആയിരിക്കും. ടോർച്ച് വേണം. എടുക്കാൻ പറ്റുമോ? അത് അവന്റെ ഇരിക്കണ തന്നെ ഇരിക്കണത്. എടാ എന്റെ അടുത്ത് ഇറങ്ങി തലയിൽ ഇല്ല ഇവനെ കൊണ്ട് കത്തിച്ചു നോക്കാം. ടോർച്ച് കിട്ടും ചിലപ്പോ. ടോർച്ച് വേണം. അതാണ് ടോർച്ച് മെയിൻ സാധനം. ഞാൻ വീണ് കത്തിയായി മണ്ടേ. ഇത്തിരി ലൈഫല്ലേ ഉള്ളൂ. ഇത്തിരിയല്ലേ ഉള്ളത്. ഓ ഹെൽത്ത് ബാർ ഇത്തിരിയേ ഉള്ളൂ. മറ്റേ റെഡ് കണ്ട സൈഡിൽ അതെന്തോന്ന് ഹെൽത്ത് ബാർ. അതെ അത് അത്രല്ലേ ഉള്ളൂ. കുറച്ചല്ലേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോ ഒന്നും കണ്ടുകൂടാ. കത്തിക്കുന്നുണ്ട്. തീ ഉണ്ടാ അതിന് ഇരുട്ടി. സൂര്യ അസ്തമിക്കാറാകുമ്പോ നമുക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ 100 ഷെൽട്ടർ ഉണ്ടല്ലോ, അത് മാത്രം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ട്രാവലിംഗ് മറ്റേ മാർക്ക് എന്തോ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇനി അവിടെ ആ മാർക്ക് ഉണ്ടാക്കി വെക്കാം. അതായത് നമുക്ക് മാപ്പിൽ മാർക്ക് കാണിച്ചോണ്ടിരിക്കും അവിടെ. അല്ലെങ്കിൽ ഷെൽട്ടർ ഉണ്ടാക്കി വെച്ചാലും മതി. എങ്കിലും മാർക്ക് കാണിക്കും. ഞാൻ നിനക്കന്ന് ഒരു വലിയ കുഴി കാണിച്ചെന്ന് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ നിനക്കന്ന് ഒരു വലിയൊരു കുഴി കാണിച്ചെന്ന് ഓർമ്മയുണ്ടാ? ഒരു വലിയൊരു കുഴി, മീറ്റർ വീണ പോലത്തെ സാധനം. മനസ്സിലായില്ല. ഒരു മീറ്റർ വീണ പോലത്തെ വലിയൊരു കുഴി. ഏറ്റവും വലിയ കുഴി. തൂവല് ആ ഇടക്കിടക്ക് അതിൽ പോയാൽ മതി, കിട്ടും. അത് കുറെ ഉണ്ടാക്കി വയ്ക്കണം. 2 എണ്ണം എന്തേ കിട്ടും. നിനക്ക് ലാഗ് ഉണ്ടോടാ? എനിക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നെസ്റ്റും കുഴപ്പം കാണൂലെന്നാന്ന് തോന്നുന്നു. എന്റെ ഫുൾ ഇരുട്ടാവണം ഇപ്പൊ രാത്രി ആകുമ്പോ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ? എനിക്ക് അങ്ങനെ തന്നെ. എനിക്ക് തീയും ബാക്കി എന്തിനു ഭയങ്കര ഇരുട്ട് ഈ ഗെയിമില്. ടോർച്ച് എങ്ങനെയാ കിട്ടുവേ? ടോർച്ച് വരെ സെലോ ടാപ്പ് വെച്ച് ഗണ്ണിന്റെ കൂടെ ഒക്കെ വെക്കാൻ പറ്റും. ടോർച്ച് എങ്ങനെ നോക്കിയിട്ട് യൂട്യൂബിൽ റാമ്പറാണ്. ആയില്ല, ഇത്തിരിയും കൂടെ ഉണ്ട്. 50-90 പെർഫോമൻസ് ഉണ്ടോ? 49 അതിനെക്കാട്ടും ഉണ്ടോ നല്ല പെർഫോമൻസ്? 70-ക്ക് 40-90 ഇരട്ടി പെർഫോമൻസും പകുതി പവർ കൺസ്ട്രക്ഷൻ. 40-90 ഇരട്ടി പെർഫോമൻസ്. എടാ DLSS ഓൺ ആക്കാൻ പറ്റില്ലേ? DLSS ഓൺ ആക്കുമ്പോ DLSS ഫ്രെയിം ഓൺ ആക്കാൻ പറയണ ലാസ്റ്റ്. ചില ഗെയിമിലല്ലേ ഓൺ ആക്കാൻ കാണും, പുതിയ ഗെയിമിലൊക്കെ. ഇനി ഇറങ്ങണ കളിയിലെ ആവശ്യമേ ഉള്ളൂ അതിന്റെ. GTA 5 ഓൺ ആക്കാൻ പറ്റുമല്ലോ. GTA 5 ഇല്ലേ? DLSS 4 വേണം അതുള്ള ഗെയിമുകളിൽ. 32. അല്ല അത് 50-90 50-90 50-90 50-70 എത്ര? 24 ആയിരിക്കും. 24-12 ആയിരിക്കും. 12 അതൊക്കെ മതി. 60-80 ആണെന്നോ ഇന്ത്യയിൽ ഇറങ്ങിയില്ലെന്നോ. 60-80 ആയിരിക്കും. ഇല്ല 50-60 ഇല്ല. 60 സീരീസ് നിർത്തി തോന്നുന്നു. 12 വീറാന്നല്ലോടാ 50-70ക്ക്. ഓ 12 ഓ
ഷോക്കാണല്ലേ. GDDR7. 12 മതി ഇപ്പൊ എല്ലാ ഗെയിമിനും. അതല്ല പക്ഷെ ബാധ TIക്ക് 16 ഉണ്ട്. 57 Ti എത്ര രൂപ? TI അതിനെക്കാട്ടും വിലയായിരിക്കും. ഇതാരിറങ്ങത്ത ഞാനായിരിക്കും. അഭിനവ് നമുക്ക് പോവാം. പറഞ്ഞ് 57 വാങ്ങിയിരുന്നു. 10 പറയുള്ള 50,000 രൂപ, 1,00,000 രൂപ ഇല്ലേ? കിടന്നുറങ്ങാൻ പ്രശ്നം ഇതാണ്ട് ഫുഡ് മൊത്തം പോകണേ. പിന്നെ 1,00,000 രൂപ ഗ്രാഫിക്സ് കാർഡൊക്കെ ഇപ്പൊ വന്ന് കുറവാണ്. നമ്മള് +2 +2 കളിക്കാൻ സമയം കിട്ടുമെങ്കിൽ എടുത്തിട്ട് കാര്യം. ഞാൻ മിക്കവാറും ചിലപ്പോ എടുക്കും. ഞാൻ മറ്റേ ഉടുമ്പിനൊക്കെ കരിച്ചു തിന്നാണ്. എന്നെ മറ്റേ അവന്മാര് പിടിച്ചോണ്ട് പോകും. ഞാൻ എല്ലാം കഴിക്കാൻ വെച്ചെന്റെ ഉള്ളു. രണ്ട് കാലിരിക്കുന്നു നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇവിടെ കുറെ ഉണ്ടായിരിക്കണം അതൊക്കെ കഴിക്കാൻ. ഉടുമ്പ് എനിക്ക് വേണം. എന്റെ ഉടുമ്പ് ഞാൻ തരില്ല. ഇത് കഴിയാത്തോണ്ട് കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോവാ. എന്തൊരു എടുത്ത് തിന്ന് ഉടുമ്പ് തന്നെ ഉണ്ടോ എടുത്ത് തിന്ന്. എന്തായാലും വേസ്റ്റ് ചെയ്യണ്ട വെറുതെ. ഈറ്റ് ആൻ എനിമി. എനിക്ക് അച്ചീവ്മെന്റ് കിട്ടി. നീ നേരത്തെ കിട്ടിയാന്ന് അറിഞ്ഞൂടാ. പോവാൻ സമയം കണ്ടുപിടിക്കും. ഫുഡ് വേസ്റ്റ് ചെയ്യണ്ട വെറുതെ. ലൈഫ് ഇത്ര ഉണ്ടായിരുന്നാ? ലൈഫ് ആ ചുമന്ന കട്ട ആ പകുതിയുണ്ട്. എനിക്ക് അതിന്റെ 4% ഇത്ര, അത് അത്ര മാക്സിമം പോന്നു. അതെന്നാ നിങ്ങൾക്ക് അത്രയും കൂടിയത്? ആ അതിന്റെ പകുതി വരെ ഉണ്ടോ. ഫുഡ് കഴിച്ചാൽ മതി. ഓ എനിക്കും കിട്ടിയ പാതി. വാ വാ. എനിക്ക് കണ്ടുകൂടാ ബാക്കി ഫുള്ള് ലൈന്. ഇല്ലടേ എനിക്ക് മോണിറ്റർ ആദ്യം ഗ്രാഫിക്സ് കാർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നോക്കണേ അവര് എന്നിട്ട് നോക്കിട്ടോ. നിനക്കെല്ലാം ആവശ്യം ഉണ്ടല്ലോ. പിന്നെ അത് തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല ഗ്രാഫിക്സ് കാർഡ്. എന്റെ അത് 50. അനിയന്തിരിക്കണത് കിട്ടും ഉണക്ക് ഇനി. എനിക്ക് വേണ്ട ഇനി. നീറ്റിങ് റിവ്യൂ ആണോ എനിക്ക് എവിടെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു നല്ല പെർഫോമൻസ് ആണോ അതിനെക്കാട്ടും? ഓ എത്ര GB അത്? എത്ര GB? അത് 6 GB ഇല്ലേ? ഓ 6 അത് വരണം തോന്നുട്ടോ. അത് കാണാനില്ലടേ. എങ്ങനെയോ അത് ഉണ്ടാക്കാൻ പറ്റും. മറ്റേ നമുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്ത് തരും. അല്ലെങ്കിൽ മറ്റേ 100 ഫിൽറ്റർ ഉണ്ടാക്കി വെച്ചാലും മതി. വലിയൊരു സൗണ്ട് കേട്ടോ. വലിയൊരു സാധനം അത് തന്നെ ഇതേപോലെ ഒന്നും അല്ല കേട്ടോ. മറ്റേ ഇതിനെക്കാട്ടും ഡബിൾ വാല്യൂ കുറെ കാര്യമുണ്ട് ഇതിനെക്കാട്ടി. രണ്ടൊരു കൂടെ സ്കാൻ ചെയ്യാം. ഭയങ്കര ഡാമേജ് നോക്കടിച്ചറാന്ന് പേരെങ്കിലും പിന്നെ പൊക്കല്ല അഭിനവേ. മറ്റേ ഇതിന്റെ എടുക്കാൻ പറ്റുമല്ല. ക്ലച്ച് അടിക്കണം കേട്ടോ. ഇന്ന് നോക്കി ഇപ്പം വീണ്ടും എന്തൊരു ശബ്ദോടാവ്. ഹെഡ്ഫോണിനകത്തോടെ കുരയ്ക്കും നടന്നു. എന്റെ പുറത്ത് പറയുന്നത് അറ്റാക്കിയാണ്. ഇതിന്റെ അടിയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? ഒരാളെ പൊറോട്ട എടുത്താൽ പറയാൻ അടിച്ചാൽ മതി. എന്നാ നോക്കി അറിയില്ല. അഭിനയ പൊങ്ങിയല്ലോ. ഞാൻ എന്നെ വായിക്കാത്ത ഫോണായത് ഒന്നുമില്ല. അതിനെ കൊന്നു. ഇന്ത്യ മറ്റേ ആർമർ എടുത്ത് വെച്ചോ. ആർമർ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ആ തന്നെ പറ്റും. സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഇതിനെയൊക്കെ ഒന്ന് ആർമർ എടുത്തോ. കയ്യിലാത്രല്ലേ കിട്ടുള്ളൂ. ഹെൽപ്പാ കയ്യിലല്ല ബോഡിയിലാവും തോന്നണം. എന്നെ നോക്കിയാണ്. എനിക്ക് ഞാൻ 3-4 ആർമർ എടുത്ത് വെച്ച്. ഉണ്ടാ ബോഡിയിലല്ല ഉണ്ടാ. പക്ഷെ ഞാൻ 3-4 എടുത്ത് വെച്ച്. ഫുഡ് തിന്നിട്ട് ഇറങ്ങാം. ലെഗിലുണ്ടാ? ഓ എന്റെ ലെഗിലുണ്ട് തന്നെ. ബോഡിയിൽ സ്റ്റാക്ക് ആവും.
എല്ലാം എടുത്തെല്ലാം അങ്ങ് കമ്പൈൻ ചെയ്താൽ മതി. കമ്പൈനെല്ലാം എടുത്ത് വെച്ചാൽ മതി. ആ ഫുഡുണ്ട്, പക്ഷെ ലൈഫില്ല. ഫുഡുണ്ട്, ലൈഫില്ല. ലൈഫ് കിട്ടാൻ എന്തിനാണ്? എന്തോ മറ്റേ ലൈഫ് മറ്റേ എന്തോ ഇത് ചെടിയൊക്കെ വെച്ച് എന്തോ ഉണ്ടാക്കാൻ പറ്റുമോ എടി? മലയോര കഴിച്ച ലൈഫ് ഉള്ളൂ. ഞാൻ എടുത്ത് ചുമ്മാ കഴിച്ചു നോക്കി, കൂടിയൊന്നുമില്ല. കമ്പൈൻ നോക്കട്ടെ. അതും ഏതോ പൂവും വെച്ചാൽ ഹെൽത്ത് മിക്സ് ആവും. ഓക്കെ, ഇതാണോ? ഓ അതും മാരി ഗോൾഡും വെച്ചാൽ മതി. മാരി ഗോൾഡ് എടുത്ത് അത് മറ്റേ താഴെ നിൽക്കണം എന്നൊന്ന്. എൻ്റെ പൂവും കായുന്നില്ല. എൻ്റെ ഒരു അലവേറ ഉണ്ട്. ആ മാരി ഗോൾഡ് ഉണ്ട്. അതും എന്തൊന്നും മാരി അലവേറ അലവേറ എടുത്ത് വെച്ചാൽ മതി. ഞാൻ തിന്നതായില്ലേ കമ്പനി നേരെ. റീസ്റ്റോർ ഹെൽത്ത്. ആ ഹെൽത്ത് കൂടും അത്. ആ തറ നടന്ന് കിട്ടും ഇത് മാരി ഗോൾഡൊക്കെ. ഇത് ഡൽഹി. പൂവാൻ ഗോൾഡ് ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പറ. നിനക്കാണ് മാരി ഗോൾഡ് എവിടെ നിന്ന്? അവിടെ താഴ്ന്ന് കിട്ടിയത്. ഓ അലവേറ എവിടെ നിന്ന് കിട്ടും? അലവേറ അങ്ങനെ തന്നെ. ഇവിടെ 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 നട്ട് നിങ്ങൾ നടാൻ സെറ്റായി ഓഫ് ചെയ്യണോ? ഞാൻ ചോറായില്ല, നിങ്ങൾ ഹീല സെറ്റായി. എന്തോന്ന് കൂട്ടുകാരി അമ്മല്ലി അഭിനയൊക്കെ സ്കൂൾ കാര്യം പോണ്ടെന്ന് പറഞ്ഞു ടീച്ചർ. ആ ഐ ഗോ ഈറ്റ് ആൻഡ് കമ്മേ. എത്ര നേരം കുറേ നേരം എടുക്കും? 5 മിനിറ്റ്. ഞാൻ ഫുഡ് സ്പീഡ് റൺ ചെയ്തു തരാം. അത് കിളിയൊന്നും ഇല്ലല്ലേ ഡേ, തൂവലൊക്കെ വരണം. അപ്പം ഞാൻ കിളിക്കൂടും വീടും ഒക്കെ ഇവിടെ ഡിഫൻസ് ഒക്കെ സെറ്റ് ചെയ്യാം. അടുത്ത കാനിവല. അപ്പം ഞാൻ മറ്റേ സാധനം കൊണ്ടോ ലജ്ജ്, എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. ഇനിയും കൂടെ ഒന്ന് കൊണ്ട് ഒരു ഫ്രിഡ്ജും കൂടെ ഉണ്ടായിരുന്നല്ലോ. സാധാരണ ഓ ഡാമേജ് കുറച്ച് നല്ല പറയും കേട്ടോ. ആർമറും കൂടെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഫ്രിഡ്ജും കൂടെ ഉണ്ടായിരുന്നല്ലോ. അല്ലേ 3 ഫ്രിഡ്ജ് ഇല്ലായിരുന്ന ഒന്നും കാണില്ല. ആ അങ്ങ് അടക്കണല്ലേ ഒന്ന്.
തല തിന്നാൻ പറ്റൂല കേട്ടോ, മറ്റെന്തോ കള്ളാക്കാനേ പറ്റുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. പഴയ എനിക്ക് ആമയെ അടിക്കാൻ പറ്റണില്ല. എന്റെ മണ്ടല് പറഞ്ഞു മണ്ടെങ്കിൽ കറക്റ്റ് എന്റെ മണ്ടയില് വെട്ടുന്നു. നീ ഇപ്പൊ എന്നെ വെട്ടി. നമുക്ക് ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. ഫ്രിഡ്ജ് അങ്ങ് കൊണ്ടുപോയി ഫ്രിഡ്ജ് കൊണ്ടുപോകാം. കുറേ വുഡ് കളക്ട് ചെയ്യാം. ഇതൊക്കെ അമ്മരി ഒന്നിൽ വുഡ് ഒന്നിൽ ചിക്കൻ കളക്ട് ചെയ്യാം. അതിൽ ചിക്കൻ എന്തോ കൊണ്ടുവരാൻ പറ്റുമല്ലോ. ഇവിടത്തെ ഇത് പോയല്ലേ. ഓ അതിൻ്റെ സൗണ്ടായിരുന്നു അത്രയും. വുഡ് സ്റ്റിക്ക് ഇതിൽ വെക്കാൻ പറ്റുമോ അല്ലേ? ആ സ്റ്റിക്ക് വയ്ക്കാൻ പറ്റും. ഒന്നിലറച്ച് സ്റ്റിക്ക് ഒന്നിലറച്ച് വുഡ്. ആ നിൻ്റെ സ്റ്റിക്ക് വെച്ചാ അപ്പം എൻ്റെ വുഡ് പോയി അല്ല ഞാൻ. ഇനി എൻ്റെ സ്റ്റിക്ക് എൻ്റെ വുഡ് പോയി. നീ സ്റ്റിക്ക് കളക്ട് ചെയ്യുമല്ല, ഞാൻ വുഡ് കളക്ട് ചെയ്യാം. അതിന് റാൻ സിമുലേറ്റർ ഇടുക കേട്ടോ. അത് ക്രാക്ഡ് ഉണ്ട്, ഫ്രീ ഇതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് നൈസാണ് അത്യാവശ്യം.
അത് ഏകദേശം ഇതുപോലെ തന്നെ അതിൽ പക്ഷേ പ്രത്യേകിച്ച് പൈസ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ, അല്ല ഇങ്ങനെ ഇത് രക്ഷപ്പെടണമെന്നില്ല. എനിമിയാ എവിടെ? ആ വരണം അല്ലേ ഈ ഫുഡ് വെച്ചിട്ട് വരാം. ശരി ഡൗൺ ആണ് അല്ലല്ലോ. ഓ ഇത്രയും വന്നാ. ആ ട്രാപ്പിൻ്റെ പണി ആദ്യമേ ചെയ്യാം കേട്ടോ, കുറേ എണ്ണം ട്രാപ്പിൽ പിടിക്കും. ആ ഭയങ്കര ഡാമേജ് ആണ്. ഇനി ബാക്കിയുള്ളവന്മാരെ ഓക്കെ. ആ നീ ചത്ത. അയ്യോ ഇവിടെ ഉള്ളവന്മാരല്ലേ ഇവനെ ഇട്ടിട്ട് പോയെന്നാ. ആ ആത്തൊന്നും വല്ല പൊട്ടിക്കണം നോക്കിയാണ്. ഇല്ല ഒന്നും പൊട്ടിക്കണില്ല. പക്ഷെ മ്യൂട്ടൻ്റെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. അത് ആർമറെങ്കിലും പരിപാടി അവന്മാരൊന്നും തരയില്ല. പെട്ടെന്നെണ്ണം കഴിയില്ല. അപ്പം നമ്മളെ ആരെടുത്ത് ചോദിച്ചിട്ട് വീട്ടിൽ കയറിയത് അടുക്കളല്ലേ പണിയൊന്നും ഇല്ലേ? ഇത് താഴോട്ടും തടിക്കാത്ത ആർമർ തീരാ. ഡ്രൈയിങ് റാക്ക് ആണെങ്കിൽ ആരെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആ ഡ്രൈവിംഗ് റാക്കിൽ എടുത്ത് വെച്ചാൽ ഹെൽപ്പാ അല്ലേ? അടുത്തമാര് വന്ന ഇവിടെ നീ ഡൗണാ അല്ലേ? ഞാൻ കണ്ടില്ലടി. അതിനിടയ്ക്ക് വേറെ വന്ന ഇല്ലല്ലോ. രാത്രിയാവാറായി.
ഇതെങ്ങനെ അണയാണോ ഇവിടെ തീ? മഴ പെയ്യണില്ലല്ലോ, എന്നെയാണ് തീയാണേണ? ആറ് ബോണം 3 ക്ലോസ് അല്ലേ? ബോൺ വെച്ചും ആർമർ ഉണ്ടാക്കി, ബോൺ വെച്ചും ആർമർ ഉണ്ടാക്കി എക്യൂപ്പ് ചെയ്യാൻ കേട്ടാ. എന്താ സാധാരണ മറ്റേ 3 ക്ലോത്തും എത്ര ബോണും മതി. ഇൻവൈറ്റ് ചെയ്യണോ? അല്ല അല്ലെങ്കിൽ ഇതിന്റെ ഐഡിയ പറഞ്ഞാൽ മതി, മൾട്ടിപ്ലെയർ ഐഡിയ പറഞ്ഞാൽ മതി. ജോയിൻ ചെയ്യുന്നുണ്ട്. ഐഡി എവിടെ കിടക്കണത്? ഐഡിയ വല്ല പേര് വല്ലല്ലോ, പേരെന്തോന്നു? പേര് ഇരിക്കാന്നല്ലേ, എനിക്ക് പേരൊന്നും ഇട്ടില്ലല്ല. ഇതില് അല്ലെങ്കിൽ ഒന്നേന്ന് തുടങ്ങിയാ പോരെ? തുടങ്ങാനേ അല്ല, അതായത് ഇറങ്ങിയിട്ട് എല്ലാവരും അറിയാൻ പോരെ? ഇല്ല, എസ്കേപ്പ് പുതുക്കിയിട്ടൊന്നും കാണിക്കണില്ല. ഗെയിം പ്ലേയിലാണോ? ഗെയിം പ്ലേയിൽ ഇതിന്റെ സെറ്റിങ്സ് ആണ്. അലോ ചീറ്റ്സ് അതൊക്കെ. സ്റ്റീമിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമല്ല, ശരിയാണല്ലോ. അപ്പം രാവിലെ ആക്കാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും പൈസ കിടക്കും. ഇടയ്ക്ക് എപ്പോഴും പൈസ ഉണ്ടായിരുന്നു അവിടെ. വീട്ടിൽ ചുറ്റും മറ്റേ സ്റ്റാൻഡിങ് ലൈറ്റ് ഉണ്ടാക്കി. ഫോറസ്റ്റ് ജോയിൻ ചെയ്യും. ജോയിനായ വേണ്ടാണ്. ഇല്ല, ഇതുവരെ വന്നില്ല. വന്നില്ല. പിന്നെ ഉറങ്ങുക. സ്റ്റാർട്ടിംഗ് ലൈൻ cover yourself from the mud to hide from enemies. Hindi cover yourself from enemies, hide in the mud. നമ്മള് ഹഡിൽ മറ്റേ മണ്ണിൽ ഒളിച്ചിരുന്ന എനിമീസിന്റെ അടുത്ത് നമ്മൾ ഹൈഡ് കഴിയാനുണ്ടോ? എന്ത് ഇവിടെ ഇതൊക്കെ എന്തോന്നു പിന്നെ അവരുടെ കാല വെള്ളം മഴ പെയ്തില്ലെങ്കിൽ വെള്ളത്തിന്റെ റെഡിയാ കൊല്ലാൻ പോകാൻ വരെ. കിളിക്കൂടിലൊന്നും ഇടയ്ക്കിടയ്ക്ക് ഫെദർ കിട്ടും കേട്ടോ. എനിക്കാണ് കിളിയുണ്ട്, പക്ഷെ എനിക്കൊന്നും കണ്ടുകൂടാ അതിൻ്റെ അകത്ത്. എനിക്കൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഓപ്ഷൻ കാണും ഈ ഫെദറിൻ്റെ എടുക്കാൻ. കൊല്ലാൻ പോവാം. അവിടെയുള്ള ഫുഡ് തിന്ന് നിർത്തും കേട്ടോ, വെറുതെ കളയാതെ. അഭിനയം വൈകി കൂട്ടാ. അഭിനയമാണോ? ഐ ഗോ ആഫ്റ്റർ ഹാഫ് ആൻ അവർ എന്നായിരിക്കും. 3:30 പോകുന്നില്ലേ? 3 മണിക്കാ ഇനി അരമണിക്കൂറുണ്ട്. ഇപ്പോഴത്തേക്ക് വന്നിട്ട് മറ്റേ ട്രീയൊക്കെ റീസ്പോൺ ചെയ്യണം, ഓൺ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക്. ഇതാണ് മാരി ഗോൾഡ്.
എന്റെ മാരിഗോൾഡ് ഉണ്ടല്ലോ പറയണ അത്. ആ ഈ വീടിന്റെ അടുത്ത് ഇവിടെ ഇവിടെ അല്ലായിരുന്നോ ബാക്കിലോട്ടെന്തോ. ഇത് അടുത്ത പ്രാവശ്യം ഓർത്ത് വെച്ചോണ്ട് കേട്ടോ, റൈറ്റ് ആണ്. അഭിനയം വന്ന ടൈപ്പ് ചെയ്യണേറ്റ്. അത് താറാവാണോ അത്? എന്തൊരു വെള്ളത്തിലത് താറാവടാ വെള്ളത്തില്. ഞാൻ ഒന്നിനെ കൊന്നു. മീനൊക്കെ പിടിക്കാൻ അത് ട്രാപ്പ് ഉണ്ടാക്കി എന്തോ വയ്ക്കാൻ പറ്റും. മീനിന് ട്രാപ്പ് ഉണ്ടാക്കാൻ മറ്റേ 5-6 ഇവിടെ നിൽക്കണ്ട, ഇവിടെ നീക്കണ്ട, ഫൈറ്റ് എടുക്കാൻ വയ്യ. 4-5 ഉണ്ട്. ഇവർ തുണിയൊക്കെ നനച്ചു കൊടുക്കട്ടെ. എന്റെ ടോപ്പിട്ട് ഡ്രസ് വേണം എന്റെ. എന്റെ ഇതുണ്ട് കയ്യിൽ. എന്റെ സാധനം ഉണ്ട്, അത്തില്ലല്ലോ. എന്റെ ഇതൊക്കെ കാണാനില്ല. ഇറങ്ങിട്ട് നമ്മൾ ഷീൽഡ് പോകും കേട്ടാ. അങ്ങനെ ഉണ്ടാ എന്റെ എന്താണ് എന്റെ പൊട്ടിയായിരിക്കും. നീ ഇടയ്ക്ക് ഫൈറ്റ് എടുത്താ പൊട്ടും. അതങ്ങനെ എന്തോ എല്ലും 3 തുണിയും 6 3 തുണിയും അല്ലെങ്കിൽ എന്തിനായിരുന്നു മറ്റേ യവന്മാരെ ഒന്ന് എടുത്താലും മതി. മറ്റേ മിസലിന്റെ മറ്റേ തപ്പി പോവാൻ പാ. കുഞ്ഞു ക്ലീരെന്ന് ഉറത്തി കിട്ടും കേട്ടോ, പഠിക്കണ്ട. ഞാൻ വലുതാന്നൊന്നുമില്ല. പിന്നെ മറ്റേ സാധനം ഉണ്ടാക്കാൻ എറിയണ സാധനം ഉണ്ടാക്കാൻ അങ്ങനെ അത് കമ്പും കറക്റ്റ് ഓർമ്മയല്ല. കമ്പും തുണിയോ അങ്ങനെ എന്തോ ഇല്ലായിരുന്നു. ആ 2 സ്റ്റിക്ക്. അത് സാധാരണ അപ്ഗ്രേഡ് ചെയ്യാൻ എന്തോ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എനിക്ക്. കേവ് കിട്ടി. ഇവിടെ ലൊക്കേഷൻ കാണാൻ വേണ്ടി ഫ്ലാഗിന്റെ സിമ്പല്ലാണ്. തന്നെ ഫ്ലാഗിന്റെ സിമ്പല് എന്തോ ഉണ്ടാക്കിയ കാറ്റ്. എങ്ങനെ മറ്റേ ഇനി എന്താ അപ്ഗ്രേഡ് ചെയ്യണതിന്? ലൊക്കേഷൻ കാണിക്കണതല്ല, അതിനെ അപ്ഗ്രേഡ് അതിൽ തന്നെ കൊടുത്തിരിക്കും. അത് സ്പീഡ് ഉണ്ടല്ലേ? നല്ല സ്പീഡുണ്ട്. എറിയുമ്പോ രണ്ടിനും സെയിം ഡാമേജ് ഉണ്ടോ, വലുതിനും ചെറുതിനും. പറഞ്ഞില്ലേ അത്? അയ്യോ എന്റെ കമ്പ് താഴെ പോയി. ഇവിടെ ഉണ്ടാക്കി വെച്ചു. അതെന്തിനും എനിക്ക് ഇറങ്ങിയൂടാ. അത് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. മറ്റേ ലൊക്കേഷൻ കാണിക്കണം. അതെങ്ങനെ ഉണ്ടാക്കാൻ. നീ പെട്ടെന്ന് ലാഗ് അടിച്ചു. എനിക്ക് അഭിനവതോ മറ്റേ മോൾട്ടോവൊക്കെ അറ്റത്തുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കല് കിട്ടണത്. ബൂസ് എടുത്ത് വയ്ക്കണം. ഒരു കള്ളു പോലത്തെ സാധനം എന്തോ ഡാമേജ് ഉണ്ടോ കൂടുന്നോണ്ട്. എക്സ്പ്ലോസീവ് ഉണ്ടാക്കാൻ പറ്റിയ എത്ര കോയിൻ ചിപ്പ് വാച്ച് വേണം. വാച്ച് ഉണ്ടെങ്കിൽ എക്സ്പ്ലോസീവ്. വാച്ച് ഉണ്ട്. വാച്ച് ഇനി കോയിനാ. എത്ര ബൂസ് വയ്ക്കണേ? ബൂസ് വെച്ചിട്ടുണ്ടല്ലേ? അല്ലേ ഇനി കോയിൻ ഇല്ലേ? കോയിൻ എവിടെ നിന്ന് എടുക്കണം? കോയിൻ എവിടെ? അതാണ്ട് 1000 എത്ര കിടക്കണ് കോയിൻ. ബൂസ് ഇനി ഡക്ട് ടേപ്പ് ഉണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ. കമ്പൈ ബോംബ് കിട്ടി. ബോംബ് ഇനി ഹെഡ് ബോംബ് ഉണ്ടാക്കാൻ ഒരു തലയും കൂടെ വേണമെന്ന്. സ്റ്റിക്കി ബോംബ് കിട്ടി. സെറ്റി ഇതെങ്ങനെയാണ് ഇത് ചെയ്യണത്? പൈസ ഇറങ്ങണ എടുത്ത് കൊണ്ട് കത്തിക്ക. അയ്യോ ഇപ്പം വെക്കണ്ട. എൻ്റെ അടുത്ത് സ്റ്റിക്കി ബോംബ് ഇപ്പോൾ എടുത്ത് വയ്ക്ക്. നിങ്ങൾ പോയാടേ? വെയിറ്റ് എനിക്ക് ക്രാഫ്റ്റ് ആയില്ലേ സ്റ്റിക്കി ബോംബ്?
അവനോട് പറഞ്ഞ അവനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യട്ടെ, സ്റ്റിക്കി ബോംബ് ക്രാഫ്റ്റ് ചെയ്യാം. എൻ്റെ അടുത്തോട്ടോ, എൻ്റെ അടുത്തോട്ടോ. മരത്തിൽ അടിച്ചു നോക്കിയാണ്, തലയിലോട്ട് അടിച്ചു നോക്കിയാണ്. അയ്യോ ഞാൻ വീണ്ടാ, ഞാൻ വീണ് വീണ ചാവൂല്ലേ? ഇത് പറ്റില്ല, എന്നിട്ട് കാര്യം പറഞ്ഞു ഇട്ട് ഞാൻ നേരെ താഴെ ഇട്ടു. എക്സ്പ്ലോസീവ് ചേരൽ അടിച്ചു നോക്കിയാണ്. വെയിറ്റ് ഞാനും വരട്ടെ, നിങ്ങൾ പോയാ? ഇല്ല അവനോട് നിൽക്കണേ. ഇവിടെ അടിച്ചു നോക്കിയാണ് സൗണ്ട് ഒക്കെ അടിക്കും നോക്ക് കല്ലിലടിക്കുമ്പോ. നിങ്ങൾ എങ്ങോട്ട് പോയത്? താഴെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയെന്നൊന്നും എനിക്ക്. മറ്റേ കയറിന്റെ കേട്ടല്ലേ? എങ്ങനെ പതുക്കെ ഇറങ്ങിയാ പോരെ? ഞാൻ ചാടി, എനിക്കൊന്നും പറ്റില്ല. ഞാൻ ചാടിയില്ല, വീണതാണ്, എനിക്കൊന്നും പറ്റിയില്ല. മറ്റേ ആക്സിന് നമ്മൾ തുടക്കത്തുള്ള ആക്സിനേക്കാൾ എന്തേലും എവിടെടാ? ആക്സ ഇതാ കൊള്ളാന്നുള്ള ഇതിന് സ്പീഡ് കൂടുതലാണ്. സ്പിയറിന് സ്പീഡ് കൂടുതലാണ്, ആക്സിന് ബാക്കിയല്ലാണ്ട്. പിന്നെ സ്പിയർ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറെ സാധനം ഉണ്ടല്ലോ. ഇവിടെ ഇതെല്ലാം എടുത്തോ. ഫൈറ്റ് ചെയ്താൽ പെട്ടിയതാണ് കേട്ടോ, അതാണ് എല്ലാം എടുത്തോണ്ട് വെച്ചേക്കണത്. ഡൈനാമൈറ്റ് എല്ലാം എടുത്തോണ്ട്. ആരോ ഇരിക്കുന്നു ഇഷ്ടം പോലെ. ആരോ എടുത്തു. ആരെനിക്ക് കൂടെ തരണേ. ആക്സിന്റെ എന്തിരി അവനും ഒന്നിനും എടുത്ത് ഇറങ്ങിയത്. ആരാ അവിടെ ഇരിക്കണ? ആരോ അവിടെ സൈഡിലൂടെ ഇരുന്നു. ഞാൻ ഇപ്പൊ എടുത്തു പറയാം. ഇവിടെ സോഡയൊക്കെ ഇരിക്കണം, അതൊക്കെ എടുത്തു. ഇതായിരിക്കണം, ഇതായിരിക്കണം. പെയിന്റ് ഒക്കെ ഇരിക്കുന്നു. പെയിന്റിങ് എടുത്തു. വീഡിയോ കാസറ്റ് എടുക്കാം, അല്ല മുമ്പ് എടുത്തോണ്ട്. സോഡയൊക്കെ എടുത്തു. നമുക്ക് സ്റ്റിക്കി എടുത്തങ്ങ് അവരെ മൂട്ടിലങ്ങ് ഇറങ്ങി കൊടുക്കുക. അവരെന്തിരി എങ്ങോട്ട് വേണ്ട നിന്റെ വഴിയാ? അതിന്റെ പറഞ്ഞേ. ഇത് ഏത് വഴി ഓർമ്മ ഉണ്ടാ? പിന്നെ മോളിലോട്ടല്ലേ? ഞാൻ എന്തിനാന്ന് ചുമ്മാ താഴെ ഇറങ്ങിയാ കുറെ ആരോ ഇരിക്കുന്നത്. മറ്റേ തുണി വെച്ച് കത്തണ ആരോ ഉണ്ടാക്കായിരുന്നില്ലേ? അത് ഭയങ്കര വിഷയമാണ്. എന്തിനടി എല്ലാരും കൂടെ എന്റെ മൂലത്താരോ ഇരിക്കുന്നു. ഏറ്റവും താഴെ ആയിരിക്കും. പിന്നെ ഞാൻ ആർമറിന്റെ സ്റ്റാറ്റ് സൈഡിലുണ്ട് കേട്ടോ. ഹെൽത്തിന്റെ ഇപ്പുറത്ത് നോക്ക്. പിങ്ക് മറ്റേ മ്യൂട്ടന്റിന്റെ ആർമറും മറ്റേ വെള്ള മറ്റേ ആണെന്നോ. അതിനെ നമ്മളെ നയിക്കും. ഞാനും സിക്കി എടുത്ത് വയ്ക്കല്ലേ. അവനെ കൊന്ന എന്ത് അതിനെ കൊന്ന എങ്ങനെ അറിയാം? നമ്മൾ ആദ്യമായിട്ടല്ലേ കളിക്കണം. വീഡിയോ കണ്ടില്ല അവനെ CD എന്താ കിട്ടുന്ന പറഞ്ഞിട്ട്? ഞാൻ വീഡിയോ ഫുള്ളൊന്നും കണ്ടില്ല. ഞാൻ സ്പോയിലാവുന്ന പറഞ്ഞിരുന്ന മൊത്തം ഇതിനകത്തൂടെ പോകണം. ഇതിന്റെ അകത്തല്ലേ അവന്? എന്തിന്റെ അകത്തല്ലായിരുന്നോ? എന്തിന്റെയൊക്കെ അകത്തായിരുന്നു. ഇടയ്ക്ക് നമ്മൾ കൊറേ എണ്ണത്തിനെ കണ്ടല്ലോ. ഏറ്റവും മണ്ണെന്ന് പറഞ്ഞല്ലേ? വരണം. പയ്യെ വരാടാ. കുറെ കൊച്ചു പിള്ളേരെ കൊന്നിട്ടിട്ടുണ്ട്. അങ്ങനത്തെ എന്തോ അവിടെ എവിടെയാണ്. അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്. അവിടെയാണിത്. ഇവിടെ തന്നെ തോന്നുന്നു. ഇവിടെ തന്നെ കുറെ കാലൊക്കെ കിടക്കണം. ഇവിടെയാണ്. അതാ ഇവിടെ തന്നെ. ഇവിടെ തന്നെ ഇരിക്കണം. ഇല്ല, ഞാൻ സ്റ്റിക്കി എടുക്കട്ടെ. സ്റ്റിക്കി എവിടെ? ഇത് നോർമൽ അല്ലേടാ? ഇത്
അല്ലല്ലോ വന്നണ്ട നോർമലി എങ്ങനെ വയ്ക്കണത് ടിക്കി എങ്ങനെ വയ്ക്കണത് അടുത്ത് പോകാതെ ആ അതിന്റെ ആവുമ്പോ പിഴാതാനം ഓ ഞാൻ ചത്തേ ചത്ത് അത് ചത്ത് അങ്ങനെ കൊന്നു ഇത്ര ഉണ്ടായിരുന്നു ആളുപാടി അയ്യയ്യേ സ്റ്റിക്കി ഉള്ളതാണ് രക്ഷപ്പെട്ടു സ്റ്റിക്കീരെ 2 അടിക്കുക ഉണ്ടായിരുന്നോളൂ സാധനം ക്രീപ്പി ആർമർ എന്തൊരു കൊച്ചു പിള്ളേരെ എന്തൊരു കിടക്കണ എടാ ഇതിനായിരുന്നു നമ്മൾ ഇത്ര നാൾ ഇത് ചെയ്തോണ്ടിരുന്നത് ഇത് അവന് വേണ്ടി എന്തിരി കിട്ടുമെന്ന് പറഞ്ഞ സീഡിയാ അവിടെ സീഡി അതിനെ കൊച്ചി എന്റെ തല കിട്ടി ആണോ ചേച്ചു പറ വരണ കൊച്ചുകള് ഓട്ടരല്ലോ ഞാൻ വിചാരിച്ചത് എന്തോ ഭയങ്കര കൂടിയ സാധനമൊക്കെ ആയിരുന്നു സിക്കിയിൽ എന്റെ ലൈഫ് കുറെ പോയാട്ടാ നിങ്ങൾക്കൊന്നും പറ്റില്ല സിക്കി പറഞ്ഞിട്ട് നമ്മള് മാറി ഞാൻ എന്റെ പബ്ജിയിലൊന്നും സ്റ്റിക്ക് അടിക്കും ഇങ്ങോട്ട് വല്ലതും കാണും നമ്മൾ അന്ന് ഇങ്ങോട്ട് പിന്നെ വന്നില്ലല്ലോ പിന്നെ വരാന്ന് വിചാരിച്ചു ഫുഡില്ല കേട്ടാ എന്റെ പകുതിയായി അല്ല ഉണ്ടോ വീഡിയോ കാത്ത ബോള് കെട്ടിയൊക്കെ തുറ ബോൾ കിട്ടി ബോൾ ഈ പാറനി കൊണ്ട് പൊട്ടിച്ചാണ് മറ്റേ ഇതൊക്കെ വെച്ച് ഇനി ഇതുവരെയുള്ള അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇനി ഇവിടെ സ്റ്റിക്ക് വെച്ച് വെക്കാൻ ഇല്ല ഡൈനാമൈറ്റ് വെച്ച് നോക്കാം മാറിയാണ് ഡൈനാമൈറ്റ് ഇവിടെ ഇരുന്നല്ല എക്യിപ്പ് അയ്യോ പൊട്ടിക്ക് പൊട്ടി എല്ലാം പറ്റിയ ഒന്നും പറ്റിയില്ല കേട്ടാ ബാക്കിയിലുണ്ടല്ലേ പോയി കാണും അഭിനവ് താഴെ ഉണ്ട് എറിഞ്ഞത് ബാക്കിയിലുണ്ടായി പോയി കാണും എനിക്ക് ഒന്നേ നോക്കാം നിന്റെ ഉണ്ടോ ഡൈനാമിറ്റി വാ പോവാ എന്നിട്ടേ തുറക്കാൻ പറ്റാൻ നോക്കട്ടെ അയ്യോ ഞാൻ എങ്ങോട്ട് തന്നെ പോയാ പൊട്ടിയിലല്ല ഇല്ല പിക്കാക്സ് വല്ലതും ഉണ്ടായില്ലല്ലോ ഞാൻ വേറെ അങ്ങനത്തെ പാറ പൊട്ടിക്കാൻ പറ്റും കേട്ടോ ഒരു ചെറിയ ടെക്സ്ചർ മാറിയിരിക്കണം മറ്റേ കയറ് കിട്ടി ഏത് കയറ് നമ്മൾ സ്റ്റിക്കി വിഷയ സാധനമായതുകൊണ്ടാണ് അത് ട്യൂബ് സാധനമായതുകൊണ്ടാണ് എന്തിനാണ് എന്തോ പിന്നെ വേറെ ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിച്ചാൽ ഇത് കിട്ടും സർക്യൂട്ട് ബോർഡ് കിടക്കണമെങ്കിൽ എടുത്തോ അത് വെച്ചാണ് സ്റ്റിക്കി ഉണ്ടാകണം എനിക്ക് എടുക്കാൻ പറ്റില്ല ഇനി നിങ്ങളെവിടെ ഇത് എടുക്കും ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിച്ചാൽ കിട്ടും കേട്ടോ ഇതാണല്ലോ മറ്റേ ഇനി ഇവിടെ ഇത്രേ ഉള്ളൂ ഈ കാറിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി വന്നത് ഡയറക്റ്റ് വണ്ടേ പോകുന്നുണ്ട് ഉണ്ടെന്ന് വേറെ എന്തോ പിന്നെ പോവാം ഇത് മറ്റേ വെളിയിൽ പോകുന്നു വെട്ടം കണ്ടോ താഴെ വരാൻ മോളില് പോണ്ടേടി മോളിലെന്തെങ്കിലും ഉണ്ടോ മോഡലിലോ മോഡലില്ല അവിടെ മറ്റേ അവിടെ ഓപ്പണിംഗ് താഴോട്ട് എങ്ങനെ ഇറങ്ങണേ ഷിഫ്റ്റ് അവനെ അങ്ങോട്ട് പോയല്ലേ ഇപ്പം തിരിച്ചു പോവാനായിരിക്കും താഴെ പോയാൽ തിരിച്ചു പറ്റൂടാ പിന്നെ ഞാൻ ഇറങ്ങണേ ഉള്ളു ഇനി വേറെ വല്ല ഒന്നും ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു പോവാ
വേറെ വല്ലതും ഉണ്ടാ? ഇനി എങ്ങോട്ട് പോണത്? എന്തിനാ ഉദ്ദേശിക്കണു? ഇന്ന് മണ്ടനെ വരെ പോയല്ലേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ, പിന്നെ തിരിച്ചു മോളി പോയാ പോരെ? അത് മണ്ടയിലാണോ പോണേ നമ്മൾ വന്ന വഴി? അല്ലല്ല, ഏറ്റവും വേണ്ടേ പോകും, മറ്റേ ഏറ്റവും റൂഫിൽ പോകും. ഓ പിന്നെ അങ്ങ് പോ. നീ ഇവിടെ ഒന്നുമില്ലല്ലോ പിന്നെ. കൊച്ചിന്റെ തലയും കൂടെ കൊണ്ടുപോയി, തല പിന്നെ കിട്ടിയില്ല. തല പോയ അതൊരു ഏറ്റവും മണ്ടയിലങ്ങ് പോയാ പോരെ ഇനി? വേറെ കൊണ്ടാ പോകണം. മണ്ടേ പോണേ അതൊരു പോണേ എനിക്ക് കിടപ്പം കേട്ടാ. എന്താ ക്യൂഡു ലിസ്റ്റിൽ എന്തിനാ വന്നെന്ന് ഇടയ്ക്ക് മെസ്സേജ് വന്നു. എക്സ്പ്ലോർ ഹാങ്ങിങ് കേവ്, എക്സ്പ്ലോർ സബ്മിറ്റ് കേവ്. ഇതുവഴി പോണോ? മറ്റേ നേരെ ഏറ്റവും മണ്ടയിലല്ലേ വയ്ക്കണ്ടിരുന്ന, പിന്നെ അതുവഴി അങ്ങ് പോയാൽ പോരായിരുന്നു. ഇവിടെ അത് തുറക്കാൻ പറ്റില്ല. അന്ന് നമ്മൾ നോക്കിയപ്പോ തുറക്കാൻ പറ്റില്ലല്ലോ അടി. ഓർമ്മയില്ല, എന്തൊരു വലിയ കാര്യം. ഓ എന്നെക്കാൾ തുറക്കണ്ടായിരുന്നു. അന്ന് പക്ഷെ നമ്മൾ നോക്കിയപ്പോ തുറക്കാൻ പറ്റിയില്ല. എന്നടേ ഇത് ഞാൻ എനിക്ക് വഴി തെറ്റിപ്പോയാണോ അഭിനവേ? എന്തിനാണ് ഉദ്ദേശിക്കണത്? തിരിച്ചു വേണ്ട വഴിയാണോ നോക്കണേ? അവൻ തിരിച്ചു വേണ്ട വഴിയാണ് നോക്കണേ. അല്ല മറ്റേ ഏത് മറ്റേ? ഫുഡില്ല എൻ്റെ ഫുഡ് കുറയാണ്. അതൊക്കെ തിരിച്ചു പോകണതാണ് നല്ലത്. എവിടെ നിങ്ങളവിടെ അഭിനയം കാണില്ല? കുഴി വഴി ഇറങ്ങി നമ്മൾ. ഈ മറ്റേ എങ്ങനെ പറഞ്ഞ അതോ റോബോട്ടിന്റെ പാർട്സ്. ഇത് ഇങ്ങോട്ട് വഴിയുണ്ട് പിന്നെ ഇങ്ങോട്ട്. നീ അങ്ങോട്ട് പോയാ അഭിനവ് അങ്ങോട്ട് വരണം. കഴിഞ്ഞല്ലോ കേട്ടോ ഇവിടെ ഇയറൊന്നും. ഓ ഇവിടെ എന്തോ ഇവിടെ കുറെ ആൾക്കാര്. ആദ്യം അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് വരാം. കഴിക്കാൻ മറ്റേ ഇൻവെന്ററി തുറന്ന് കഴിക്കാല്ല. ഇൻവെന്ററി തുറന്ന് കഴിക്കും. ഇൻവെന്ററി കിട്ടിയില്ലേ ഇവിടെ നിന്ന്? സോഡ ഉണ്ട്. സോഡ എടുത്തില്ല, ഇതല്ലേ കൂടെ ചോക്ലേറ്റ് കിട്ടിയില്ലേ എനിക്ക്? ഹെൽത്ത് കൂടും. ഞാൻ ചോക്ലേറ്റ് തിന്നു. ചോക്ലേറ്റ് ഇല്ല. ഞാൻ ചോക്ലേറ്റ് തിന്നു. എനിക്കിപ്പോൾ അവിടെ നിറച്ച് ചോക്ലേറ്റ് ഉണ്ടോ ഇരുന്നില്ലേ? അവിടെ മറ്റേ നമ്മൾ ആദ്യം അവിടെ ചോക്ലേറ്റ് ഇല്ലായിരുന്നോ? ഇതിവിടെ വന്ന വഴിയില്ലേ? ഇവിടെ വന്ന വഴിയില്ലേ? പൈസ മോളിൽ എന്തിനാ നമ്മള് വെള്ളത്തിനകത്താണ് എന്തിനാ? എന്താണോ പിന്നെ ഇവിടെ ഉദ്ദേശിച്ച? അവൻ തിരിച്ചു പോണു. എന്തിനാ അവിടെ അവിടെ എന്ത് സംഭവം ഉണ്ടല്ലോ? പോയി അങ്ങോട്ട് അവിടെ എന്തിനു ഹീറോ വേറെ കിട്ടണത്? ഐ ഡോണ്ട് നോ. പിന്നെ നമ്മൾ പോയ വഴിയിൽ എന്തിനാ കണ്ടേ? നമ്മൾ ഏത് വഴിയായിരുന്നു വന്ന? ഈ വഴിയാ? ഇതെന്തിരി? ഇത് പുറത്ത് ഇത് പുറത്തോട്ട് പോണ വഴി. പിന്നെ പുറത്ത് പോയാലേ പോയിട്ട് വേറെ അഭിനവ് ഇവിടെ. അഭിനവ് അഭിനവേ വാ ഡേ. തടി ചേട്ട ഇവിടെ
ആ പെണ്ണും പിള്ളേയും കൊന്നു. അവര് കൊല്ലണതിന്റെ ഉപയോഗമൊന്നും മനസ്സിലായില്ല എന്തിനാണ് കൊന്നു. ആ തടി ഫുള്ള് വെച്ച അതിന്റെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. ആ എനിക്ക് ഇരുട്ടത്ത് വീട്ടിൽ പോകണം അല്ലേ, അതൊരു ടാസ്ക്. വീട് ഒറ്റോട്ടാടി മതി. മരത്തേക്ക് അറിയിരിക്കും കേട്ടാ ഇത്. അയ്യോ തട്ടുണ്ട്. മൊയലായിരുന്നു ഞാൻ വിചാരിച്ചു കാറുണ്ട്. ഓ യുവമാര് തന്നെ ക്യാനിബലുകൾ. മരത്തിന്റെ മണ്ടേന്നെന്തോ ചാടി അറ്റാക്ക് ചെയ്യുന്ന എന്തൊക്കെയാണ് പറയാനോ. വീടെത്തി ഉറങ്ങണ്ട, ഉറങ്ങിയിട്ട് തിന്ന. ഇപ്പോഴേ തിന്ന. ഇപ്പൊ എനിക്ക് തിന്നാണ്ട വലിയ ആവശ്യമില്ല, കുടിക്കേണ്ട ആവശ്യമുള്ളൂ. ഉറങ്ങിയിട്ട് കുടിക്കാം. അവന് അതോടെ ചേർന്ന് അവനെ എനിമിയൊന്നുമല്ലല്ലോ. അവന് വന്ന പാർട്സ് ഒക്കെ ഇല്ലേ? പാർട്സ് ഒക്കെ ശരീരം ഇട്ട് കളിക്കാൻ പറ്റൂലേ? ഹീറ്റ് പറയാനില്ല. അതിന് അറിയാം. മറ്റേ ഇവര് ചൂടാക്കിയത് നീ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. എന്തൊരു ക്യാബിനറ്റിനകത്തല്ലേ അസംബിൾ ചെയ്തിരിക്കണേ? ക്യാബിനറ്റിന്റെ അതിന് മദർ ബോർഡ് SMB ഒക്കെ എടുത്ത് നമുക്ക് മറ്റേ മേശപ്പുറത്തൊക്കെ കളിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ ക്യാബിനറ്റ് അതിരിക്കണ ഏതോ. ഓ അങ്ങനെ കളിക്കാം. ഞാൻ ലാപ്പ് അങ്ങനെയല്ലേ വെച്ചിരുന്ന. അങ്ങനെയാണല്ലോ. അതിനൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലല്ലോ. ഹീറ്റിംഗ് ഇഷ്യൂ. ഫാൻ എങ്ങനെ വെക്കുന്നു? ഫാൻ എന്തിന്? വീട്ടില് ഫാൻ ഓപ്പൺ ഏരിയ ഇല്ലേ? വീട്ടിലെ ഫാൻ വെച്ച് നീ തണക്കണ മര്യാദ. പിന്നെ അതല്ല, എന്നാലും ഓപ്പൺ ഏരിയ ഇല്ലേ? അല്ലെ ഏസിയുള്ള മുറിക്കാത്താണെങ്കില് ഏസി വെള്ളം മുറിക്കാത്താണെങ്കിൽ അതിന് നല്ല തണുപ്പ് വേണം. നീ വിചാരിക്കണല്ലോ ഇത്രയും കൂളിംഗ് ഉണ്ടായിട്ടാണ് അത് 80-60 ഡിഗ്രിയിലൊക്കെ നിൽക്കണം. എന്റെ എന്തൊരു കൂളിംഗ്? എന്റെ ഒരു ഫാൻ പോലും ഇല്ല. CP ഫാൻ മാത്രമേ ഉണ്ട്. CPU ഫാൻ ഇരിക്കില്ലേ അതിന്റെ മൂട്ടില്? അപ്പൊ തണക്കൂല്ലേ? ആ ഒറ്റ ഫാൻ മതിയാ? ഒറ്റ ഒന്നോ രണ്ടോ കാണുമായിരിക്കും. എങ്ങനെ അണഞ്ഞത്? എന്നാലും അത് അതിന് വേണ്ടി മാത്രം തണുപ്പിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പം കുറെ തണുപ്പ് കാണും. അങ്ങനത്തെ നൈസായിരിക്കും. ചോറിൽ വെക്കുമല്ല, ചോറിൽ വെക്കും ആൾക്കാർ. ഇത് ഫാനും വെക്കണം അതിന്റെ കൂടെ. മറ്റേ ഈ മറ്റേ വാട്ടർ കൂളിങ് അല്ലെങ്കിൽ മറ്റേ കൂളറോ എല്ലാം വെക്കും. അല്ല ചുമ്മാ തുറന്നു വെച്ചിട്ട് കാര്യമല്ല. GPU എന്തായാലും തണുപ്പിക്കണം. GPUന്റെ അകത്ത് പിന്നെ ഫാനുണ്ട്. മറ്റേ ക്യൂ ഒതുക്കിയിട്ട് ഞാൻ പറഞ്ഞ ഹലോ 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 ഹലോ. ഞാൻ പറഞ്ഞ എക്കോട് കേൾക്കണുണ്ടാ? നീ പറയണ ഒരുമാതിരി ഡിസ്കോഡിൽ നിന്ന് കേൾക്കുമ്പോ മര്യാദ കേൾക്കണം. ഇതിൽ കൂടെ ഒരുമാതിരി കിറുകിറുകിറന്ന് മറ്റേ വീടിന്റെ ഈ സ്പൈക്കും ബാക്കി സാധനങ്ങളൊക്കെ വയ്ക്കാം. അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, നീ ഓർമ്മ ഉണ്ടോ? നീ ഞാൻ അവന് വേറെ സ്ഥലത്ത് എത്തിയില്ല. ഞാൻ അവനും കൂടെ അവിടെ കുറെ സൗണ്ട് എനിമീസ് ഉണ്ടായിരുന്നു. നീയാണ് അപ്പോഴേ ഇപ്പുറത്തെ ഇവിടെ ഹിയർ എന്ന് വിളിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോയി. വേറെ എന്തിനാണ് ഹിയർ എന്ന് ഉദ്ദേശിച്ചത്? തിരിച്ച് മോളിൽ പോലെ വഴിയാണോ? ആ സ്ഥലമാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ പോയ ഇതെന്തൊരു ആ സ്ഥലത്തോട്ട് ഒരിക്കൽ പോകും. അവിടെ നിറച്ച് എനിമി ഉണ്ടായിരുന്നേ. നമ്മൾ വിചാരിച്ചു നിനക്കെന്തോ കിട്ടി. അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് വന്നത്. നമുക്ക് ഇവിടെ വീട്ടില് മറ്റേ സൈഡിലുള്ള മുള്ളും ട്രാപ്പൊക്കെ ആദ്യം പണിത് വയ്ക്കാം. അതെ, നിങ്ങൾ പാടി. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാം. അരമണിക്കൂർ കഴിഞ്ഞ് വരാം. അവിടെ വിളിക്കാൻ പോണം. ഇപ്പഴാ? അല്ല 3:10 പറഞ്ഞു. വേടാൻ കുറച്ച് മരം വെട്ടി സഹായിക്കാം. 3:10 എല്ലാവർക്കും ഇറങ്ങാം. PUBG എല്ലാം കളിക്കാൻ. ഈ ആക്സിഡന്റ് മരം വെട്ടാൻ സ്പീഡുണ്ടോ? നല്ല സ്പീഡുണ്ട്. മറ്റേ 3:10 ഇറങ്ങിയിട്ട് പിന്നെ 3:30 കളിക്കാം. നമുക്ക് തീർക്കാൻ പെട്ടെന്ന്. പെട്ടെന്ന് തീരെ തോന്നണല്ലോ. കൊറേ ഉണ്ടായത് അല്ല എങ്കിലും കൊറേയൊക്കെ ആവുന്നതാണ്. ഈ വീടൊക്കെ മറ്റേ ബേസ് ഒരു പരിവാക്കണം. ഒരാഴ്ചക്കുള്ളിൽ അപ്പൊ ഇനി എന്തിനാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്? ബേസിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ബേസ് അല്ല ചെയ്യേണ്ട, അതാണ് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കറക്റ്റ് എന്തിനാണ് ചെയ്യേണ്ടത്.
ഏത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് മെയിൻ സംഭവം തോന്നുന്നത്. ഇനി എന്ത് ഗ്യാരൻ ഏതാണ് ഗ്യാസ് ആണ് കൊണ്ടുവന്നത്? ഇരിക്കും. ഏയ്, ഇനി വയ്ക്കാൻ പറ്റൂലേ ഇതില്. ഓ അണ്ണാ മരുടെ വന്നടാ. എന്നാ മറ്റേ രണ്ടെണ്ണം ഒമ്പോ ഇന്ന് ഇവന്മാരെന്ന് പൊക്കോടാ. വലുതാ സപ്പോർട്ട് ബാക്കപ്പ് 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 പോയി. കാരണം അവർക്ക് വണ്ടി ഉരുട്ടിക്കൊണ്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് വാഴ. എടുത്തിടാൻ പറ്റുമോ പിന്നെ? ഞാൻ കാണൂല പിന്നെ. ഇതിൽ അതിനുണ്ടല്ലോ കാരണം. ദോ ഓടണം അവൻ. ഒരു തോടിപ്പോയി എല്ലാം ചൊത്താ. ഇതോടി പോയി. ഞാൻ ക്ലിയർ ആയിട്ട് കേൾക്കാം നോക്കിയിട്ടൊക്കെ വെച്ച്. ഓ നിനക്കടി ഷോപ്പ് 50 ബോഡി. മാക്സിമം തീർക്കാൻ നോക്കാം. അത് കുറവ് മറ്റേ എനിമി ഇങ്ങനെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. ഓ ഇടിമിന്നല്. മഴ പെയ്തിരുന്നെങ്കിൽ കൊള്ളാം. മഴ പെയ്തു, വെള്ളം നിറയുന്നു. എങ്ങനെ ഇത് ഇനി എന്ത് ചെയ്യണം? ക്യാബിലോട്ട് പോകാൻ നമുക്ക് ആദ്യം ബേസ് ഒരു വിധം ശരിയാക്കാം. ഈ സാധനമൊക്കെ ആദ്യം ബിൽഡ് ചെയ്യാൻ നോക്കേ. ട്രാപ്പ് ഇവന്മാര് ട്രാപ്പ് റീലോഡ് ചെയ്യാൻ ഒരു വട്ടം കൂടെ റീലോഡ് ചെയ്യാൻ ഒരു കമ്പന്തോ വെച്ചാൽ മതി. കണ്ട ഒരു കമ്പന്തോ വെച്ചാൽ മതി. വെച്ചു ഇങ്ങോട്ട് കയറുമ്പോ സാധനം ആക്റ്റീവ് കയറുമ്പോ അവന്മാരെന്തോ മണ്ടന്മാര് വന്ന് കയറുന്നാണ് അവന്മാര് പറയണ യൂട്യൂബർ. ഒരു കമ്പ് വെച്ചു റീല് റീലോഡായില്ലേ? ആയില്ല റീലോഡ് തന്നെ ഇത്. ഇല്ല ഞാൻ കണ്ടില്ല. ഓ അതിന്റെ ഈ നെക്കി പിടിക്കണം. ഒരു കമ്പ് വയ്ക്കണം. ഓക്കെ ഇതുപോലത്തെ കുറെ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി എന്നാണ് യൂട്യൂബർ അവർ പറയണം. ഒന്നും കൂടെ ഇവിടെ വെച്ചിരുന്നല്ലേ. ഓ ഇതെന്തോ വലിയ ട്രാപ്പാണ് കേട്ടോ. എൻ്റെ കയ്യിൽ സ്റ്റിക്ക് എന്തോ അഭിനവ് നീ എൻ്റെ സ്റ്റിക്ക് വെച്ചിരുന്ന കണ്ട. ഇപ്പൊ ഇത് എന്തോ ഹാപ്പി ബർത്ത്ഡേ ട്രാപ്പ്. അടി ആവശ്യമുള്ള അതിൽ സ്റ്റിക്ക് ഇവിടെ അഭിനവ് സ്റ്റിക്ക് കുറെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. കഴിക്കാൻ വേണമെങ്കിൽ വെച്ച ഞാൻ കുറെ ഇട്ടിട്ടുണ്ട്. എന്തൊരു ഇവിടെ അഭിനവ് ഇറങ്ങി തോന്നുന്നു. ഇല്ല ഞാൻ ഇറങ്ങിയില്ല. പിന്നെ അവിടെ ഒരു സ്കള്ളിന്റെ സിമ്പിൾ ആരോ ചത്ത പോലെ. ഞാൻ ജീവൻ വേണം കയറട്ടാ. ഓ ബോഡിയൊക്കെ തിരിച്ചു കിട്ടാന്ന് ഇറങ്ങിയൂടാ. ഓ നമ്മൾ ഇവിടെ കൂടെ നടന്നു പോകുമ്പോഴേ അതിൽ കൂടെ നടന്നു ഇവിടെ വേറെ കമ്പ് വെച്ചിട്ടുണ്ട്. ഈ കമ്പ് കണ്ട അങ്ങനെ കമ്പാക്ട് ചെയ്യോ. ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നോണ്ട് കറക്റ്റ് ഇറക്കാത്തത്. പരീക്ഷിച്ച് നോക്കണമല്ല. കമ്പൗണ്ട് ചിക്കൻ സ്റ്റിക്ക് ഇതെന്തിരി ഏത് അതെന്തിനും ഇറങ്ങിയൂടെ. അത് ഇവിടെയാണ് വർക്ക് ചെയ്യണേ. അപ്പുറത്തൊന്നാണ് വരേണ്ടത് തോന്നണേ. റീലോഡിയുള്ള ഓപ്ഷൻ ഞാൻ എടുത്തിട്ട് പോയ നോക്ക്. ഇനി ഇവിടെ കൂടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ഈ കയറിൽ കൂടെയാണ് കഴിക്കാൻ എടുത്ത് വെച്ചിട്ട് ചിക്ക് വെച്ചേക്ക് അവന്മാര് മണ്ടന്മാര് വീണല്ലാതെ തന്നെ. ഇനി ഇവിടെ ഉണ്ടാക്കണ്ട. ഇത്രേ ഉള്ളൂ അല്ലേ. ഞാൻ തന്നെ അതിൽ കൂടെ വീണ്ടും നടന്നു. നീ മറ്റേ വീടിന്റെ പണി നോക്കണം. അമ്പ് വിട്ടാ തിരിച്ചു വരും അവിടെ അമ്പ്. ഇല്ല അല്ല വില്ല് തിരിച്ചെടുക്കാൻ പറ്റുമോ? പോയി എടുക്കാൻ പറ്റുമോ? അവിടെ ഡോറും പൊട്ടിച്ചളങ്ങല്ലേ അമ്മാര്. പറ്റും. എന്നെ അമ്പ് കാണാൻ ചേട്ടാ. വില്ലുണ്ട് ഇഷ്ടം പോലെ. അമ്പ് കാണില്ല. ഒരു ട്രേ വന്ന് അടിച്ചു വിട്ടിച്ചപ്പോ കമ്പനി ഒന്നും ഉണ്ടാക്കി കേട്ടാ. അത് അമ്പ് ഉണ്ടാക്കി. അതിന് അമ്പ് കാണാനില്ല. കിടക്കിടയ്ക്ക് എവിടെ പോണു ഈ അമ്പൊക്കെ? ഒരു ഇതിൽ മൊത്തം സ്റ്റിക്കും മറ്റേല് ഓരോന്നിട്ട് തടിയൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് അമ്പുണ്ടാക്കാൻ എന്തൊക്കെ വേണ്ട?
തൂവലും അമ്പല്ല ഇത് വില്ലുണ്ട്, ഇത് വില്ല് എറിയുന്ന സാധനം അമ്പ്. വില്ല് 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 കയറും. വില്ലെന്ന് വില്ല് പോകൂലല്ല, ഒരു വട്ടം ഉണ്ടാക്കിയ വില്ല് പോകൂല. അത് കാണില്ല ഇവിടേക്ക്. ഇൻവെന്ററിയിൽ എവിടെയെങ്കിലും കാണും. നീ ബാഗിൽ എക്യുപ്പ് ചെയ്താ? ഇല്ല, അതങ്ങനെ നോക്കണം. അതിൽ എക്യുപ്പ് ചെയ്തായില്ലേ? ബാഗില് അത് ബാഗ് എടുത്തിട്ട് മറ്റേ ഇത് വെക്കുമ്പോൾ ബാഗിൽ എക്യുപ്പ് ആവും. ബാഗ് എക്യുപ്പ് ചെയ്തില്ല. ബാഗ് തുടങ്ങുമ്പോൾ എഴുതി കാണിക്കല്ലോ ബാഗിലെല്ലാം ഉണ്ടെങ്കിൽ. സോഡ, ബൂസ്, പ്ലെയിനും വേണ്ടതൊക്കെ ഉള്ളൂ. എൻ്റെ ബാഗിൻ്റെ കൂടെയാണ് വെച്ചിരിക്കുന്നത്. അമ്പത് ഒരു വട്ടം ഉണ്ടാക്കിയാൽ പോകില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്പല്ല വില്ല് എന്തൊക്കെയാണ് സ്റ്റിക്കും സ്റ്റിക്കും ഇതും എന്തിനായിരുന്ന കയറും തുണി വന്ന് അങ്ങനെ എന്തൊക്കെയാണ്. നീ ഏത് ഡയറക്ഷനിൽ നോക്കി വെട്ടോ അതിൻ്റെ ഓപ്പോസിറ്റേ മരം വീഴും. അയ്യോ ഞാനും നോക്കുന്നു മരത്തിൽ തോന്നുന്നു. അതായത് സ്റ്റിക്കും പിന്നെ കയറും തുണിയ അങ്ങനെ എന്തോ ആണ്. ഓ മരത്തിൽ കയറി പോണതോ. മരത്തിൽ നിന്ന് എങ്ങനെ അവനെ അടിച്ചിടും ഇപ്പൊ? അങ്ങോട്ടേ കയറി ഞാൻ കണ്ടുകൂടെ ഇപ്പൊ അവനെ മാറി നീ മരം ഒന്ന് വെട്ടി. മരം ഒന്ന് വെട്ടിയിട്ടാ ഞാൻ തീയെല്ലാം ഉണ്ടാക്കിയാട്ടാ. ഇവനെ കൊല്ല അമ്പ് കിട്ടോ വീട്ട്. അമ്പ് പറഞ്ഞു. ഓ ഞാൻ അമ്പ് പറഞ്ഞ ഭയങ്കര അല്ല കേട്ടാ. മറ്റേ ഇത് വ്യത്യാസം ഒന്നുമുണ്ട്. അമ്പ് എന്ത് എടുക്കും? തീയുള്ള എങ്ങനെ ഉണ്ടാക്കണ? ബൂസ് വെച്ചാൽ മതി. ബൂസും തുണി വെച്ചാൽ അമ്പ് ഞാൻ എടുത്തു. ബൂസും തുണിയും അല്ലേ? അമ്പെടുത്ത് സാറ്റിയിട്ട് ബൂസും തുണി ബൂസിനില്ലെന്നാണ് മറ്റേ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കണം. അത് മറ്റേ സർക്യൂട്ട് ബോർഡും കോയിനും. അതെന്തിനാണ് അമ്പിലൊക്കെയാണല്ലോ ബോംബല്ലേ? അല്ല സർക്യൂട്ട് ബോർഡും എന്തിനായിരുന്നു കോയിന് അതൊക്കെ വയ്ക്കുമ്പോൾ അതിൽ എഴുതി കാണിക്കും. വാച്ചില്ല. മറ്റേ സാധനം അലോവേറ പിന്നെന്താ മറ്റുണ്ടാകും? അലോവേറ മാരിഗോൾഡ് എന്തോ ഭയങ്കരമായിട്ടൊക്കെ സൗണ്ട് ഉണ്ടാക്കണ്ടേ മാരി. മറ്റോ വന്നിരുന്നെങ്കിൽ മറ്റേ മ്യൂട്ടന്റ് വന്നിരുന്നെങ്കിൽ ഇത് ചെയ്യായിരുന്നടി. സമയം പറയാം, ഞാൻ പോട്ടാ. പോയിട്ട് നിങ്ങൾ ഇതിൽ നിൽക്കില്ലെങ്കിൽ ഒരു മറ്റേ പബ്ജി കളി. ഞാൻ അറിയാകുമ്പോ വരെ. നീ രണ്ടിലും കൂടെ പറയണ്ട. പബ്ജി കളിക്കാം വരട്ട്. ഇല്ല ഞാൻ കുറച്ച് ഫുഡ് എടുത്തു. ഫുഡെല്ലാം വെച്ച് വല്ലതും ഉണ്ടാക്കിയിട്ട് നീ ആ സ്റ്റിക്കും കൂടെ എടുത്തോണ്ടോ? ആ വണ്ടി ഇരിക്കുന്നു. എന്നെ സ്റ്റിക്ക് ഇരിപ്പോട്ടെ. എന്ത് ചെയ്യണം? കുറെ ഇരിക്കണം. നിന്റെ നടക്കും. അല്ല അവിടെ ഉള്ള എല്ലാം എന്തെങ്കിലുമൊക്കെ നമ്മൾ തരാം. സ്റ്റിക്ക് അതല്ല വണ്ടിയിലിരിക്കണം. ആ വണ്ടിയും കൊണ്ട് എടുത്തോണ്ടോ. പിന്നെ അങ്ങൊരു വണ്ടി കിടക്കണ്ട. വണ്ടി എല്ലാം തിരിച്ച് വീട്ടിൽ ഇടുന്നുണ്ട്. അത് ഈ വണ്ടിയാണോ? ഈ വണ്ടിയിൽ വേറെ സ്റ്റിക്ക് ഉണ്ട്. നിനക്ക് സ്റ്റിക്ക് എടുക്കാൻ പറ്റൂല. പിന്നെ എന്തിനു നീ സ്റ്റിക്ക് എടുത്തിട്ട് കളയാണോ? ഓ അത് എടുക്കണില്ല. വയ്ക്കണത് വേറെ വണ്ടി. വയ്ക്കണേ എടുക്കണ ചുറ്റും അരക്കൂടി. ഇതിന് കുറച്ച് സ്റ്റിക്ക് വയ്ക്കാൻ പറ്റുള്ള വണ്ടിക്കകത്ത്. അല്ലേ വേറെ വയ്ക്കാൻ പറ്റും. പിന്നെ മെയിൻ ഗേറ്റ് ഒന്ന് പങ്ക് വെച്ചിരുന്ന പകുതി ശരിയാ. ഈ മുള്ളിലൊക്കെ കൊണ്ട് നമുക്ക് തന്നെ ഡാമേജ് എടുക്കുന്നുണ്ടോ? പ്രിന്റ് ചെയ്ത വണ്ടി എടുത്ത് ഫീൽ കൂടുതലാണല്ലേ? പ്രിന്റ് ചെയ്യാൻ പറ്റില്ല വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്തോണ്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. ഇവിടെയും അതിൽ വെക്കണം അല്ലേ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചാടി വരുമല്ലേ? അതിലെവിടെ?
അവര് വന്നിട്ട് ഇപ്പൊ വിളിക്കാൻ 3 മണിക്ക് ബസ് എടുക്കാൻ പോണില്ലേ ഉള്ളൂ. അറിഞ്ഞൂടെ ആരെങ്കിലും കാണാൻ പോണാണോ എന്ത് ബസ്സില്? അവിടെ പിക്ക് വെച്ച മറ്റേ കിളിക്കൂട് ആദ്യം മണിയേട്ടാ മെയിനായിട്ട്. ഇവിടെ തടിയും വെച്ചാൽ എവിടെയാണ് ഡിഫൻസ് ഒക്കെ? എവിടെയാണ് ട്രാപ്പിൻ്റെ ഇപ്പുറത്തെന്തോ അല്ലായിരുന്നു? തടിയും വെച്ചാൽ മതി. മറ്റേ കാറ്റബിലിറ്റി വയ്ക്കാൻ പറ്റിയ മറ്റേ കല്ലൊക്കെ എടുത്ത് എറിയണത്. ഓ അത് ചാട്ടാനെങ്കിലും അറിയില്ല, നമ്മൾ വേണ്ടത് ഇറങ്ങിയൂടടി വച്ചു നോക്കാം ഒന്ന്. വലിയ സാധനങ്ങളൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അതോടെ ബേസിന്റെ അകത്തായിരിക്കും പുറത്തായിരിക്കാം? പുറത്തല്ലേ വരുള്ളൂ അതിനകത്ത്. ഇപ്പം മതിലൊക്കെ പണിതോണ്ടിരിക്കരുത്, ഈ വരേണ്ടല്ല. ഇവിടെയും മതില് പണിത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അമ്മമാരെ എടുത്ത് താഴോട്ട് ചാടല്ല അമ്മമാർക്ക്. സാമാനം ഈകളിന് പിള്ളേരായ ഇല്ല ആവും. ഗർഭിണിയായ? ഓ 9-8 ദിവസം പോയി. സായിപ്പിന്റെ കൊച്ചൊക്കെ വളരുമ്പോ ലൈവൊക്കെ എടുത്ത് വാങ്ങണം അവസ്ഥ. എത്തിയില്ല അച്ഛൻ. അങ്ങേര് പാവം ഇടയ്ക്ക് എന്തോ ഇത്ര ആൾക്കാർ ആഹാരം കൊടുത്ത് ഇന്റർവ്യൂലൊക്കെ എങ്ങനെ ലൈഫാണ് പാവമായിരിക്കും. പിന്നെ വ്യൂസിനൊക്കെ വേണ്ടി കളിക്കുമ്പോ എങ്ങനെ പോവില്ലേ ഇത്ര. ഇത് ഈകള് ഏകദേശമൊക്കെ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു? ഞാൻ ഈകളിപ്പോഴും ഇങ്ങനെ PUBG PC കളിക്കുമ്പോ പാറ മണ്ടെന്ന് എടുത്ത് ചാടല്ലേ വേണമെങ്കിൽ ഇതൊക്കെ മുള്ളെടുത്തങ്ങ് വെക്കാം. പൂക്കിയും പാറ പാറയുടെ പേര്. നല്ല തിന്നിട്ട് ഇറങ്ങാം. കിളിക്കൂടിന്റെ മണി കഴിഞ്ഞ തടിയും കൂടെ വെച്ചാൽ മതി. സ്റ്റിക്ക് വന്നാ ചെറുത്. പിന്നെ പാമ്പൊക്കെ ആണായിരുന്നു. വെള്ളം നിറങ്ങല്ലേ. മറ്റേ മുയലിനെ എന്തോ ഇട്ട ഡ്യൂപ്ലിക്കേറ്റ് ആവുന്ന മയൽ അങ്ങനെ എന്തോ ഉണ്ടാ. പിന്നെ കരിഞ്ഞ സാധനങ്ങൾ എന്തോ മൈൻക്രാഫ്റ്റ് കളിച്ച് കുറേ ദിവസമായില്ലേ? മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് പറയാം. ഞാൻ അടുത്ത് മൈൻക്രാഫ്റ്റ് കളിക്കണം, PUBG കളിക്കണം. അവയെ പരിയില്ലേ മൈൻക്രാഫ്റ്റ് 1 മണിക്കൂർ നോക്കണം കിട്ടും. ചെറിയ ഫാം വല്ലതും ഉണ്ടാക്കിയാണോ കെൽപ്പ? സാധനം സെർവർ സ്റ്റാർട്ടാൻ 15 മിനിറ്റ്. പിന്നെ ചാനലിലൊക്കെ ഗ്യാദർ ചെയ്യാൻ സമയം. അവൻ വരുമോ അത്ര പെട്ടെന്ന്? എനിക്ക് കാരണം ഇതിൻ്റെ ഒന്ന് പണി കഴിഞ്ഞില്ലേ? ഇവിടെ ഇതുണ്ടാക്കി ഇനി എന്തുണ്ടാക്കാണ്ട് 2 കളി കാണാം. ഞാൻ പാർക്ക് പറയുന്നുണ്ട് അതിൽ. എൻ്റെ എക്സലന്റ് സിറ്റിയിൽ അതിൽ ചേട്ടാ. കുറച്ച് കളിച്ചത് ഡിസ്കോഡിന് ലിങ്ക് ഇട്ടാണ്.
പക്ഷേ അതിനാണെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തൊക്കെ കാണിക്കാം നമ്മൾക്ക് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത്. എന്തോന്ന് പിന്നെ IP വൈറ്റ് ലിസ്റ്റ് ആണ് അതിനകത്ത്, സെർവർ വൈറ്റ് ലിസ്റ്റ് അല്ലേ സെർവറിൽ. യൂസേഴ്സ് ഓൾഡ് ചേഞ്ച് എന്തോ ഫ്യൂൽ ക്യാൻ സെർവർ വൈറ്റ് ലിസ്റ്റ് ആണ്. നമ്മൾ IP അഡ്രസ് പറയാം, IP വൈറ്റ് ലിസ്റ്റ് ആണ് അതിനകത്ത്. അങ്ങനെയൊക്കെ ഉണ്ട്. ടക്കാൻ വൈറ്റ് ലിസ്റ്റ് ഇട്ട് ഇന്റർവ്യൂ ചെയ്യാൻ അപ്പം വൈറ്റ് ലിസ്റ്റ്. പാത്രം ഇങ്ങനെ ഇവിടെ എടുക്കണം, അതിൻ്റെ അകത്ത് പാത്രം ഇരുന്ന് തിളക്കുന്നുണ്ട് എനിക്കിത്. കഴിഞ്ഞ് ചാമ്പ്യാകുമ്പോൾ കിട്ടും. പഠിച്ചു കളയാട്ടായി വന്ന് ഈ പാത്രം വേണം എൻ്റെ അവിടെ ഫയർ ക്യാമ്പ് ഇത് ഉണ്ടാക്കി വെച്ചാൽ അല്ലെങ്കിൽ രാത്രി തണുപ്പ് ഉറപ്പിക്കാവും. സ്റ്റിക്കുണ്ടോ സ്റ്റിക്ക്? ചിക്കൻ 4 ചിക്കൻ പിന്നെ അടിച്ചേ അവിടെ താമസിരിപ്പുണ്ട്. കല്ലിൻ്റെ ഉണ്ട് ചാവത്തുണ്ട് ചത്ത. നാല് സ്റ്റിക്ക് എടുത്ത് വെച്ചാണ്. ഇവിടെ വണ്ടി ഇവിടെ അവിടെ വീട്ടിനടുത്ത് അടുത്തേക്ക് ഇല്ല, അങ്ങൊരു വണ്ടി കിടക്കണേ, അത് എടുത്തോണ്ട് വരട്ടെ. ആരുണ്ടോ അങ്ങ് കൊണ്ടിട്ടത്? ഏത് വണ്ടി എന്തോന്ന് വണ്ടി തടി ഉണ്ടാക്കി വെച്ചാ 4 ടിക്ക് വെച്ച് എന്ത് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചെന്തോന്ന് 21 സ്റ്റിക്ക് വെച്ചുള്ള എന്തിനാ ചിലതൊക്കെ ചുമ്മാ എടുത്ത് വെച്ചു. മറ്റേ ഉണ്ടാക്കിയല്ല മറ്റേ എന്തിനാ നമ്മുടെ ക്യാമ്പ് ഫയർ. ഓ എന്തൊരു സാധനം? ഓ എല്ലാം സ്റ്റോറിയുള്ള തടി കൊണ്ട വണ്ടി ഉണ്ടോ? നീ തടി ആദ്യമുള്ള ഇതിൽ തടിയുണ്ട്. 2 തടി എടുത്തോടെ വായിക്കട്ടെ. അതിന് വഴി ഇവിടെ എത്ര തടി? ഇവിടെ 2 തടി. അവിടെ എന്താ അവിടെ മാത്രം വയ്ക്കാത്തത്? പറ്റിനെ അവിടെ നോക്കി വെക്കണമല്ല. വീണ്ടും പറ്റുമ്പോൾ തീ ഇതല്ല. ഇതിലെ സ്റ്റിക്കല്ല മറ്റാ സ്റ്റിക്ക് തീർന്നോ? ഇവിടെ ടീക്കൊന്നും വെട്ടമില്ലേടി. അതൊരു സ്റ്റിക്ക് വെച്ച് ഫ്രണ്ടിലത്തെ വന്നോ വെച്ച് എനിക്ക് ബെല്ലടിച്ചു നോക്കട്ടെ. ഹലോ ഇതിലെങ്ങനെയുണ്ടോ വെള്ളം നിറയ്ക്കണ? മറ്റേ ഇതിലൊന്ന് എടുക്കാൻ കാണിച്ച് വെള്ളം ഞാൻ എടുത്തിപ്പോ. ഇത് നിറഞ്ഞാന്നെങ്ങനെ അറിയും? ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ടല്ലേ അതിലിരിക്കണ വെള്ളം. ഇതൊക്കെ എടുത്തിട്ട് എല്ലൊക്കെ ആവും. രാവിലെ ആക്കാം. ഈ ഗെയിം സേവ് ചെയ്യണം അല്ലേ? അത് ഞാൻ ഇപ്പോഴാണ് ഓർത്ത. മുമ്പ് സേവ് അത് ബോളിലൊന്നും എടുത്ത് തിന്നാൻ കേട്ടാ.
അയ്യോ ആ സാധനങ്ങളൊക്കെ തിളപ്പിച്ചിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് തിന്നുന്നുണ്ടോ സൂപ്പായിട്ട് ഉണ്ടാക്കി. ഇനി സേവ് ചെയ്തിട്ട് ഇറങ്ങാം അമ്മരട്ട്. $15 15 ഇതിലെങ്ങനെയാണ്